പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അതിന്റെ ബേസിക്കിന്റെ രണ്ട് എപ്പിസോഡുകൾ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 2 എപ്പിസോഡുകളായിരുന്നു. അതൊന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിൽ ആദ്യത്തെ എപ്പിസോഡിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയെ കുറിച്ചും എന്താണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എന്നും വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം ചില എക്സാമ്പിളുകൾ എടുത്തുകൊണ്ട് മൂന്നൻ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അസറ്റ് അലോക്കേഷൻ അല്ലെങ്കിൽ റീ അലോക്കേഷൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി എത്ര വേഗം സിനാരിയോ എത്ര വേഗം ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചു തന്നു. സെക്കൻഡ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്ന ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റികൾ, അസറ്റ് ക്ലാസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓരോ ഓപ്പർച്യൂണിറ്റിയുടെയും പ്രോസ് ആൻഡ് കോൺസ് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ നമ്മുടെ വേൾഡ് സിനാരിയോയും ഇന്ത്യൻ സിനാരിയോയും അതിലുണ്ടാകുന്ന റിസ്കും ഏറ്റക്കുറിച്ചിലുകളെ കുറിച്ചും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ മൂന്നാമത്തെ ക്ലാസ് കേൾക്കാൻ വേണ്ടി നമുക്ക് തുടങ്ങാം. അധികം സമയം ഞാൻ കളയുന്നില്ല. നമുക്ക് പരിചയമുള്ള മറ്റു സഹാക്കളെയും ഈ ക്ലാസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് ശ്രമിച്ചാൽ ഈ 92 ബാച്ചിന്റെ ഈ സംരംഭം കൂടുതൽ വിജയപ്രദമാകുമെന്നാണ് എന്റെ അഭിപ്രായം. താങ്ക് യു മോഹൻ. പ്ലീസ് സ്റ്റാർട്ട്. ഓക്കെ, താങ്ക് യു. സോ 13 ഞാൻ 2 ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടോ അല്ലെ 12 വയ്ക്കാം. സോ കേൾക്കാലോ അല്ലെ ബിജു? യെസ് കേൾക്കാം. ഞാൻ വിനോദാണ്. ഒരു അഭിപ്രായം പറഞ്ഞോട്ടെ ബിജു ഏട്ടാ. ഇപ്പൊ നമ്മള് 3 സെക്ഷൻസ് ആയിട്ടല്ലേ, ബിഗിനർ, ഇന്റർമീഡിയറ്റ്, അതുപോലെ എക്സ്പെർട്ട് എന്നുള്ളതില്ലേ. ഇപ്പൊ ഈ ബിഗിനർ കഴിഞ്ഞാലേ അറ്റ്ലീസ്റ്റ് നമുക്ക് ആ വീഡിയോസ് അല്ലാതും, ഇപ്പൊ ചിലവരൊക്കെ ഇപ്പൊ നമുക്ക് അറ്റൻഡ് ചെയ്യാത്തതെന്ന് വെച്ചാല് 2 ക്ലാസ് കഴിഞ്ഞല്ലോ, അതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ഒന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരുന്നു. അപ്പൊ അതൊരു അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് തുടങ്ങാനായിട്ട് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഒരാഴ്ച ഗ്യാപ്പോ എന്തെങ്കിലും കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ചെയ്യാം. കറക്റ്റ്, രണ്ടും ചെയ്യുന്നുണ്ട്. സുനില് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ആകും. ആസ് പെർ പ്ലാന് ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് 1 വീക്ക് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള സെഷൻ തുടങ്ങാൻ ഉള്ള പ്ലാൻ. തന്നെ അങ്ങനെ ആയിരുന്നു. ഓരോ എന്താണ് പറയാ, ബേസിക് ആയിട്ട് ഒരു വീക്ക് ബ്രേക്ക്, പിന്നെ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ 1 വീക്ക് ബ്രേക്ക്, പിന്നെ ഫൈനൽ. അങ്ങനെയായിരുന്നു പ്ലാൻ തന്നെ. ഡേറ്റ്സ് ഒക്കെ. അതുകൊണ്ട് സുനിലിനോടുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് 2 വീഡിയോസും ഈ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് യൂട്യൂബിൽ കൊടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അടുത്ത ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് പോകുന്നവർക്ക് അത് കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും. ഇപ്പൊ ആരെങ്കിലും അത് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി റെക്കോർഡിംഗ് അത് ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ സൂം ലിങ്ക്. പക്ഷെ അത് ഉണ്ടോ? ഇല്ലേ, അത് അയച്ചു തരാം. ഫസ്റ്റിന്റെ ആക്ച്വലി PDF ഉള്ളൂ. ഫസ്റ്റിന്റെ ആക്ച്വലി PDF ഇതുവരെ വന്നിട്ടുള്ളൂ. സെക്കൻഡിന്റെ അതും ചെയ്യാം. രണ്ടും ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം യൂട്യൂബിൽ ചെയ്യുമ്പോൾ നമുക്ക് ദർശനയുടെ ഒരു ബ്രാൻഡിങ് വേണമല്ലോ വീഡിയോയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് UAE ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അത് എത്രയും പെട്ടെന്ന് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടി ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ, പേഴ്സണൽ ഫൈനാൻസ് നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഇന്ന് തന്നെ ഫസ്റ്റ് സെഷന്റെയും അപ്ലോഡ് ചെയ്യാം. ഞാൻ ആ സൂം ലിങ്ക് അയച്ചു തരാം. അതുപോലെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു അഡ്വർടൈസ്മെന്റ് കൊടുത്താലോ, ഇത് ഇന്ന പോലെ പോകുന്നു, ഇത് ഇന്നടത്ത് ഇതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. അല്ല, നല്ല കാര്യമാണ്. എല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും ഓരോരുത്തർ നോട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നമ്മള് കുറച്ച് അധികം ടൈഡപ്പാണ് വേറെ പല കാര്യങ്ങളും. അതുകൊണ്ടാണ് എല്ലാവരുടെയും ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, നല്ല കാര്യമാണ്. മൂന്നര സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് കമന്റ്സ് എടുക്കാം. താങ്ക് യു. ഇതൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോർ ദിസ്. ഓക്കെ, ജ്യോതികൃഷ്ണന്റെ ചോദ്യം, ഇതൊരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഫോർ ദിസ്. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ആഡ് ചെയ്യാം ജ്യോതികൃഷ്ണൻ. പക്ഷെ അത് സെയിം കണ്ടന്റ് നമ്മുടെ ദർശന ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഡിഫറെന്റ്. ജ്യോതികൃഷ്ണൻ എനിക്ക് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തോളാം. എനിക്ക് ആളെ ആരാന്ന് കൃത്യമായിട്ട് ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ചെയ്താൽ ഞാൻ ഇത് കഴിഞ്ഞാൽ ആഡ് ചെയ്യാം. വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഫർദർ ഫ്യൂച്ചർ എല്ലാ റെഫറൻസുകൾക്കും ഡിസ്കഷൻസിനും മുകുന്ദന്റെ അസിസ്റ്റൻസും ഹെൽപ്പും ഒക്കെ എടുക്കാനായിട്ടുള്ള ഒരു ഓപ്പൺ വിൻഡോ ആക്കി നമുക്ക് മാറ്റണം എന്നുള്ള ആഗ്രഹം, ഒരു വിഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ അതും മുകുന്ദന്റെ പെർമിഷനോട് കൂടി തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തേക്ക് ആഡ് ചെയ്യാം.
എന്റെ പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും സഹായിക്കാൻ എന്ത് പെർമിഷൻ കൊടുക്കാനാണ്? അല്ല, എന്നാലും അല്ല, ഫോർമൽ പെർമിഷൻ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ കഴിഞ്ഞ പ്രാവശ്യം ഒരു സജഷൻ ഉണ്ടായിരുന്നു, ഒരു ക്വിക്ക് എന്തായിട്ട് ഒരു റീക്യാപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ ഐ വിൽ ഡു ദാറ്റ്. മേ ബി ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റിന് റീക്യാപ്പ് ചെയ്യാം, എന്നിട്ട് വിൽ മൂവ് ഫോർവേഡ് വിത്ത് ടുഡേസ് സെഷൻ. വാട്സ്ആപ്പ് നമ്പർ ഓക്കെ. അല്ല, ജ്യോതിഷൻ നമ്പർ ഇവിടെ അടിച്ചാലും മതി. then we will put it in. അല്ലെങ്കിൽ ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചോണ്ടിരിക്കുന്നു. Okay, so last time what we discussed was there are 4 kind of asset classes. I mean, വളരെ സിമ്പിൾ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. Real estate is the one type of asset class, and that can have multiple things, including എന്താ പറയാ, കമേഴ്ഷ്യൽ ആവാം, റെസിഡൻഷ്യൽ ആവാം, അഗ്രികൾച്ചറൽ ആവാം, അല്ലെങ്കിൽ വെറുതെ പ്യൂർലി സ്ഥലം മാത്രമാവാം. സോ റിയൽ എസ്റ്റേറ്റ് is the first kind of asset class. Second type is stock market, and stock market is very simple. ഒരു കമ്പനി ആരെങ്കിലും തുടങ്ങുന്നു, അതില് ബിയോണ്ട് എ ടൈം അവർക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഇല്ലെങ്കിൽ they will come to the stock market, and നിയമപ്രകാരം സെബി പറഞ്ഞ നിയമപ്രകാരം ഇന്ത്യയിൽ they need to share whatever documents and data etc ചെയ്താൽ സെബി ആദ്യം ഒരു അപ്രൂവൽ കൊടുക്കും. പിന്നെ അവന്മാര് സ്റ്റോക്ക് വിൽക്കും, സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുവന്ന് വിൽക്കും. അവർക്കൊരു പ്രൈസ് സെറ്റ് ചെയ്യാം. ആസ് എ കമ്പനി ദേ ക്യാൻ സെറ്റ് എ പ്രൈസ്. പക്ഷെ ആസ് എ ഇൻഡിവിജ്വൽ ഓർ ആസ് എ ഗ്രൂപ്പ് we can go and buy if we like that price, or we can go and quote a lower price if we say it is too expensive, or we can just leave it. നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഫോർ വെരി സിമ്പിൾ ടേംസ്, ഇപ്പൊ കഴിഞ്ഞ ഒരു 2 കൊല്ലം 3 കൊല്ലത്തിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു 3 എക്സാമ്പിൾ എടുക്കാം. LIC ലിസ്റ്റ് ചെയ്തു, പേടിഎം ലിസ്റ്റ് ചെയ്തു, then Zomato ലിസ്റ്റ് ചെയ്തു. സാഡ് ന്യൂസ് ഈസ് ഈ 3 പേരും ലിസ്റ്റിംഗിന്റെ വളരെ താഴെയാണ് ഇപ്പോഴത്തെ പ്രൈസ്. സോ ഫസ്റ്റ് തിങ് പേടിഎം ആണ് ആദ്യം ഇതിൽ ലിസ്റ്റ് ചെയ്തതിന്റെ ഓർമ്മയില്. അവര് ഇതിൽ സാധാരണ ഈ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കറൊക്കെ വിളിച്ച് അവന്മാർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ പ്രൈസ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അത് ഡിസൈഡ് ചെയ്ത് ഏകദേശം 2150 രൂപയ്ക്ക് അന്നാണ് ഒരു സ്റ്റോക്കിനെ ഒരു ലിസ്റ്റ് ചെയ്തത്. ലിസ്റ്റ് ചെയ്ത ശേഷം അത് ഒരിക്കലും അവിടെ പോയിട്ടില്ല. 550 രൂപയോ 540 രൂപയോ എന്തോ വീണു. ഭയങ്കര വീഴ്ചയായിരുന്നു. So Paytm lost, I mean, who were invested in Paytm in the beginning lost quite a lot of money. So almost 75% പൈസ അവർക്ക് ഇപ്പൊ പോയിരിക്കുകയാണ്. Zomato ലിസ്റ്റിംഗ് പ്രൈസ് 74 രൂപയായിരുന്നു. പക്ഷെ അത് ലിസ്റ്റ് ചെയ്ത ദിവസം തന്നെ അത് 100 കൂടുതലോ 110 രൂപ എന്തോ പോയി. 140 എത്രയോ പീക്കിൽ പോയി, 150 രൂപ വരെ പോയി ഓൾമോസ്റ്റ്. എന്നിട്ട് അത് താഴോട്ടേക്ക് വീണു. 44 40 രൂപ എന്തോ വീണു. ഇപ്പൊ 50 60 എന്താണ്. അപ്പൊ ലിസ്റ്റിംഗ് പ്രൈസിലല്ല സൊമാറ്റോ. LIC ലിസ്റ്റ് ചെയ്തു. LICയിലെ ലിസ്റ്റിംഗ് പ്രൈസ് 900 സംതിങ്, 940 950 സംതിങ്. റീറ്റെയിൽ ഇൻവെസ്റ്ററിന് ഒരു ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് കയറി, പക്ഷെ പിന്നെ LICയും വീണു. LIC ഇപ്പോ ശരിക്കും ഓർമ്മയില്ല, മേ ബി ഇറ്റ്സ് അറൌണ്ട് 600 rupees or something like that, right? So ലിസ്റ്റ് ചെയ്യുമ്പോൾ ഐ മീൻ വി കൻ ആസ്ക് ക്വസ്റ്റ്യൻസ്, എന്തുകൊണ്ട് അവർ 900 ലിസ്റ്റ് ചെയ്തു, എന്തുകൊണ്ട് 2150 ലിസ്റ്റ് ചെയ്തു നോക്കാം. സോ ലിസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിലുള്ളവർക്ക് ആർക്കും ഈ കമ്പനി ഫ്യൂച്ചറിൽ എങ്ങനെയാ പെർഫോം ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. പാസ്റ്റ് നോക്കിയിട്ടാണ് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ക്രിക്കറ്റ് അനോളജി എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാള് ഡെബ്യൂ ചെയ്യുന്നു, വിരാട് കോഹ്ലി ആദ്യത്തെ മാച്ച് കളിക്കുന്നു. വാട്ട് വി ഹാവ് ഈസ് വാട്ട് ഹി ഹാഡ് ഡൺ ഇൻ ഹിസ് പാസ്റ്റ്. അതും മോസ്റ്റ്ലി ഫസ്റ്റ് ക്ലാസ് മാച്ചസ് ആണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്റർനാഷണൽ മാച്ചസ് ഒന്നും കളിച്ചിട്ടില്ല. ഈ പ്ലേയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം, റൈറ്റ്? സോ സംബഡി ഈസ് ഗോയിങ് ആൻഡ് ബെറ്റിംഗ് ഓൺ ഹിം, സെയിങ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് വർക്ക്, ദിസ് ഇസ് നോട്ട് വർക്ക്. സോ ആരൊക്കെ ബെറ്റ് ചെയ്തോ വിരാട് കോഹ്ലി നന്നായി കളിച്ചാൽ തുടങ്ങി വെച്ചാൽ ഇറ്റ് വിൽ ഗോ ബിയോണ്ട് ദാറ്റ്. ചെയ്തില്ലെങ്കിൽ കുഴപ്പം. സോ ഇറ്റ്സ് മാർക്കറ്റ് ഡിസൈഡ്സ്. ഇറ്റ്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഐ മീൻ ദ ഹോൾ കൺട്രി വിൽ ഡിസൈഡ്. അവർ 10 കോടി ജനങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ട് ഇന്ത്യയിൽ. സോ ദേ ഓൾ ടേക്ക് എ കോൾ. ഓഫ് കോഴ്സ് ഇൻ അഡീഷൻ ടു ദാറ്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. So they all make a call. So that is supposed to be a fair call on a long term. ഷോർട്ട് ടേമിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻ നന്നായിട്ടുണ്ടാവും. ഒരു ബാഡ് ന്യൂസ് വന്നു വെച്ചാൽ 10, 20, 30, 40% സ്റ്റോക്ക് അടിക്കുന്നതൊക്കെ വളരെ നോർമലാണ്. I mean, you would have heard Adani stock falling by 80%. So news driven stock ഭയങ്കര പ്രശ്നമാണ്. So that volatility will be there. So that is why it is one of the riskiest asset to hold if you don't understand it properly. പിന്നെ third is നമ്മുടെ FDയുടെ ഒരു FD is part of debt, where it's also called fixed income. Fixed income എന്ന് പറഞ്ഞാൽ നമ്മൾ as an investor we give a certain amount, and the person who is borrowing that money will commit a percentage of coupon value for that. For example, 8% എന്ന് പറഞ്ഞാൽ ആനുവൽ ആയിട്ട് after 1 year they will give us 8%.
Then the last one, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന or ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കമ്മോഡിറ്റിയിലെ ഒരു കാറ്റഗറി ഗോൾഡ് ആണ്. There are other things also, ബിറ്റ്കോയിൻ എടുക്കാം, ഡയമണ്ട് എടുക്കാം, ആർട്സ് എടുക്കാം. ആർട്സ് ഒക്കെ വളരെ millions of dollars ഉള്ളവരാണ് സാധാരണ ആർട്സിലൊക്കെ കളിക്കുക. That's supposed to give very good returns, but അതൊന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല. We only talk about gold because that's more relevant in our context. അതിൽ അല്ലാതെ വേറെ വല്ലതും ചോദിച്ചാലും എനിക്ക് അറിയില്ല. I have not done any other things also. Now, ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയത്. I will not go one by one. വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഡെറ്റ് ആണ് റിലേറ്റീവ്ലി, ഇത് റിലേറ്റീവ് സ്കെയിൽ ആട്ടോ. This is not a linear scale. This is not a what you call number driven scale. ഇത് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ചാർട്ട്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ചാർട്ട്. I have never seen it anywhere. So, but I mean, whoever experts I have shown this, they are all agreed to this, saying that this is the right chart, right? ഇപ്പൊ ഇതിന്റെ ഹൈറ്റ് കുറച്ച് കൂട്ടാവോ കുറയ്ക്കാവോ എന്നൊക്കെ ചോദിച്ചാൽ മേ ബി അത് ചെയ്യാമായിരിക്കും. ബട്ട് in ballpark, this is how all these asset classes behave. ഡെറ്റ് ആകുമ്പോൾ ജനറലി ഓക്കെ, സോ y axis is returns, x axis is risk. സോ ജനറലി പറയുക റിസ്ക് കൂടുന്നതോറും റിട്ടേൺ കൂടുതൽ കിട്ടുന്നതാണ് ജനറൽ ആയിട്ട് കേൾക്കുക. പക്ഷെ അത് ശരിയാണെന്നില്ല. അതായത് ഞാൻ എത്രയും സ്പീഡിൽ പോകുന്നോ അത്രയും വേഗം വേറെ സ്ഥലത്ത് എത്തുന്നു പറഞ്ഞതിൽ കാര്യമില്ല. കാരണം അപകടം ഉണ്ടായാൽ നമ്മൾ എത്തില്ല. ദാറ്റ് ഇസ് എ സിമ്പിൾ തിങ്. സോ അത് മാത്രമല്ല, ഏത് റോഡിലാണ് ഓടിക്കുന്നത്, എത്ര വളവുണ്ട്, സ്പീഡോ പോലീസ് പിടിക്കോ, കുറെ ചെക്സ് ഉണ്ടാവും ഇൻ ബിറ്റ്വീൻ. സ്പീഡ് മാത്രമായിട്ട് ഒരിക്കലും സ്പീഡിനെ ഐ എം കൈൻഡ് ഓഫ് മാപ്പിംഗ് ഇറ്റ് ടു റിട്ടേൺസ്. സ്പീഡിനെ റിട്ടേൺ ആയിട്ട് മാത്രം കണ്ടുവച്ചാൽ നെവർ ദ ഇൻവെസ്റ്റ്മെന്റ് വിൽ ബി സേഫ് ആൻഡ് വിൽ നോട്ട് റീച്ച് ദ പോയിന്റ് ബി വെനെവർ വി വാണ്ട്. വെരി ലൈക്ലി ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. അപ്പോ ഡെറ്റിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. റിസ്ക് വൈസ് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സേഫ്. ബട്ട് എല്ലാത്തിന്റെയും ഈ ഹൊറിസോണ്ടൽ ലൈൻ നോക്കുക, എല്ലാത്തിന്റെ ലൈനും മിക്കവാറും വിൽ ക്രോസ് ദ വെരി ഹൈ. ബിക്കോസ് എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും ഇഫ് യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ റോങ് തിങ്, ഡെറ്റിൽ തന്നെ യെസ് ബാങ്കിന്റെ 2020 AT1 ബോണ്ട് കൊണ്ട് ഒരു പരിപാടി ഇപ്പോഴെല്ലാവരും വിൽക്കുന്നുണ്ട്. ബോണ്ട് SBI വിൽക്കുന്നുണ്ട്, HDFC ബാങ്ക് വിൽക്കുന്നുണ്ട്, ICICI ബാങ്ക് വിൽക്കുന്നുണ്ട്. ഈ ബാങ്കുകൾക്കൊക്കെ എത്ര ഡെപ്പോസിറ്റ് എടുത്താൽ എത്ര ലോൺ കൊടുക്കാവുന്ന ഒരു നിയമമുണ്ട്. സോ around if they get 100 rupees of deposit, they can only distribute around 79 rupees as loans. അതിനെ സർക്കംവെന്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് AT1 എന്ന് പറയുന്നത്. AT1 വർക്ക്സ് എക്സാക്ട്ലി ലൈക്ക് FD. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിന് മെച്യൂരിറ്റി ഡേറ്റ് ഒന്നും ഇല്ല. അപ്പൊ എപ്പോൾ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും ഇടാം. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് സാധാരണ 0.5% 1% FD-യേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ ഫ്രം എ റിസ്ക് പെർസ്പെക്ടീവ് ഇറ്റ് വർക്ക്സ് എക്സാക്ട്ലി ലൈക്ക് എ ഇക്വിറ്റി, അതായത് സ്റ്റോക്ക് പോലെ. അപ്പൊ നിയമപ്രകാരം ഒരു കമ്പനി പൊളിഞ്ഞു പോവുകയാണെങ്കിൽ അതിലുള്ള എല്ലാ അസറ്റ്സുകളും ലിക്വിഡേറ്റ് ചെയ്തിട്ട് ആദ്യം കൊടുക്കേണ്ടത് ഡെറ്റ് ഹോൾഡേഴ്സിനാണ്. അതായത് ഇപ്പൊ ഞാനൊരു കമ്പനി ആണെന്ന് വെച്ചോളൂ, ഞാൻ 200 രൂപ കടം വാങ്ങിച്ചു. എന്റെ മൊത്തം എന്താ പറയാ, എനിക്ക് ബിസിനസ് ഈസ് നോട്ട് വയബിൾ, ഐ എം ഷട്ടിംഗ് ഡൗൺ മൈ കമ്പനി. സോ സംബഡി കംസ് ആൻഡ് സെൽസ് ഓഫ് ഗവൺമെന്റോ അല്ലെങ്കിൽ വേറെ ഏജൻസി വന്ന് വിറ്റാണെങ്കിൽ 190 രൂപ ആണ് വിറ്റ സാധനങ്ങൾക്കൊക്കെ എന്റെ സ്ഥലവും ബിൽഡിങ്ങും മെഷീനറിയും വെഹിക്കിൾസ് എല്ലാം വിറ്റപ്പോ കിട്ടിയതെന്ന് പറഞ്ഞാൽ അതില് 200 രൂപ വരെ കടമുള്ളവർക്കാണ് ആദ്യം സെറ്റിൽ ചെയ്യേണ്ടത്. അതിന് കൂടുതൽ, ഫോർ എക്സാമ്പിൾ 190 പറയും 210 കിട്ടിയെന്ന് വെച്ചാൽ ആ 10 രൂപ മാത്രമേ ഇക്വിറ്റിക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. കാരണം ഇക്വിറ്റി സപ്പോസ് ടു ടേക്ക്, ഇക്വിറ്റി ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് ദേ വിൽ ഗെറ്റ് ദ റിട്ടേൺസ് ലാസ്റ്റ്. എല്ലാവരും കഴിഞ്ഞിട്ടേ കിട്ടാറുള്ളൂ. പക്ഷെ അങ്ങനെ ആണെങ്കിലും there are debt instruments where നമ്മൾ കടം കൊടുക്കുന്ന ആള് തിരിച്ചു തരില്ല എന്ന് ആയാൽ അതിന്റെ എന്താ പറയാ റിസ്ക് ഈസ് ഇൻഫൈനൈറ്റ്. ഇത് ഒരുപാടുണ്ട്. നമ്മള് എന്താ പറയാ ബാങ്കിൽ സാധാരണ ട്രാൻസാക്ട് ചെയ്യുന്നതുകൊണ്ട് അറിയാത്തതാണ്. നമ്മുടെ NPAs എന്നൊക്കെ ബാങ്കിൽ കേൾക്കുന്നുള്ള നെറ്റ് പെർഫോമിംഗ് അസറ്റ്സ്. ഈ ദീപക് ചോക്സിയുടെയും മറ്റേ എന്താണ് ആ 2-3 ഇൻക്ലൂഡിങ് മല്ലയ, അവരൊക്കെ ആക്ച്വലി ലാർജ് സ്കെയിലുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. അതല്ലാതെ ജെന്യുവിൻ ആയിട്ടുള്ള നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങി, ആ കമ്പനി പൊളിഞ്ഞു പോയി, അവർ ദേ കുഡന്റ് റൺ ദ ബിസിനസ്, സോ ദാറ്റ് വിൽ ബി എ നോൺ പെർഫോമിംഗ് അസറ്റ് ഫോർ ദ ബാങ്ക്. അപ്പൊ ഈവൻ എന്താ പറയാ പേഴ്സണൽ ലോൺസിലും നോൺ പെർഫോമിംഗ് അസറ്റ് വരും. സോ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് നമ്മളായിട്ട് ഒരു ഡെറ്റ് ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പോൾ വളരെ 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 കെയർഫുൾ ആയിരിക്കണം. കാരണം ബാങ്ക് പോലെ അല്ല മറ്റുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ്. അതിന്റെ ഇപ്പൊ എന്നോട് ചോദിക്കാം എന്തുകൊണ്ട് ഞാൻ ബാങ്കിൽ പോവാം,
Why should I buy a separate debt instruments, right? So debt എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി FD അല്ലാതെ വേറെ കേൾക്കുന്ന പേരുകൾ ബോണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ. ഇതായിരിക്കും സാധാരണ 90-95% ഇതിലായിരിക്കും പെടുക. എന്തുകൊണ്ട് ഞാൻ ബാങ്കിൽ പോകാതെ ഒരു ബോണ്ടോ ഡിബഞ്ചറോ വാങ്ങിക്കണം പറഞ്ഞാൽ generally a bond or debenture will give you 1 to 2% higher interest rate than what you get in bank. So people get, I don't know the right word, but sometimes get greedy and say that I want more interest rate, taking risk. അപ്പൊ അവിടെ കൊണ്ടുപോയി പൈസ കൊടുത്തു. നമ്മളിപ്പോ മുത്തൂറ്റിൽ നിന്ന് പോയി വാങ്ങിക്കാം, ഫെഡറൽ ബാങ്കിൽ നിന്ന് പോയി വാങ്ങിക്കാം. ഫെഡറൽ ബാങ്കിന്റെ ബോണ്ട്, ഫെഡറൽ ബാങ്കിന്റെ FD അല്ല, ഫെഡറൽ ബാങ്കിന്റെ ബോണ്ട്, HDFC ബാങ്കിന്റെ തന്നെ ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഡെബഞ്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ റിലയൻസിന്റെ ഡെബഞ്ചേഴ്സ് ഉണ്ടാവും. സോ ഇതൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്ന പോലെയാണ്. ഐ ആം ഗിവിംഗ് മൈ മണി ടു ബിജു. അതുപോലെയാണ് ഈ ട്രാൻസാക്ഷൻ. സോ ഇഫ് ബിജു ഡസൻ ഗിവ് മീ ബാക്ക് ദാറ്റ് മണി, ഇറ്റ്സ് ഗോൺ. ബാങ്ക് നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെയല്ല ചെയ്യുക. ബാങ്ക് നമ്മുടെ അടുത്ത് പൈസ എടുത്തിട്ട് ആ പൈസ എല്ലാം കൂടെ പൂൾ ചെയ്തിട്ട് അത് കുറെ പേര് കൊടുക്കും. സോ ഇറ്റ്സ് ഈവൻ ഇഫ് സം 1% ഡിഫോൾട്ട്സ്, I will only get impacted very partly, 0.1, 0.2, 0.3. പക്ഷേ ഡിവഞ്ചേഴ്സും ഡെറ്റും വാങ്ങിക്കുമ്പോൾ എക്സ്ട്രീംലി സൂപ്പർ ഹൈ റിസ്ക് ആണ്. So that is why this green line is going towards a high and infinite. അത് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. സമയം ഉണ്ടെങ്കിൽ അത് ഞാൻ പിന്നീട് കുറച്ച് ഗ്രാഫ്സ് കാണിച്ചു തരാം. ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഗോൾഡ് ഇപ്പൊ കഴിഞ്ഞ 30 കൊല്ലത്തോളം നോക്കുകയാണെങ്കിൽ ഇന്ത്യയില് ഗോൾഡ് ഹാസ് given a decent return. You will find it at double digits. കഴിഞ്ഞ 20 കൊല്ലം നോക്കുകയാണെങ്കിൽ ഡബിൾ ഡിജിറ്റ് ഉണ്ട്, 10 കൊല്ലം നോക്കുകയാണെങ്കിൽ സിംഗിൾ ഡിജിറ്റ് ഉണ്ട്, അറൗണ്ട് 7%. The major reason is gold's volatility period is decades. ചിലപ്പോൾ 20, 30, 40 കൊല്ലം ഒക്കെ ഗോൾഡ് ഇങ്ങനെ ചത്തു കിടക്കും. ഐ മീൻ ഗോൾഡ് ഈവൻ ടുഡേ ഡോളർ ടേംസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് നോട്ട് റീച്ച് ദ പീക്ക് ഇറ്റ് ഹാഡ് ഇൻ 1980s or 81. അപ്പോ 42-43 കൊല്ലമായിട്ട് ഇറ്റ് ഹാസ് സ്റ്റിൽ നോട്ട് റീച്ച് that number, right? So gold is a very, 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 very long time volatile asset. പക്ഷെ ജനറലി അതിന്റെ അപ്സൈഡിൽ ലിമിറ്റഡ് ആണ്, ഡൗൺ സൈഡിൽ ലിമിറ്റഡ് ആണ്. മൈനസിൽ പോവാവോ? there are many times gold has gone in minus for many years, not years, decades together. But on an average, if you are owning the gold for a next generation, എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 30 കൊല്ലം 40 കൊല്ലമൊക്കെ you can wait for it എന്ന് പറഞ്ഞാൽ it's not a bad asset. You can hold it around 10-20% of your asset. But if you are owning it for some purpose, for as an investment, it may not be a good asset. If you are using it for purely entertainment and jewelry, it's up to you. Then we should not even call it as an asset. It's up to you, fully your own property. It's like buying a TV or a car or whatever it is. So then you should not consider it as an asset. Equity, probably the relatively the riskiest asset. At the same time, it is not the most what you call riskiest also. Generally അതിന്റെ റിസ്ക് കൂടുതലായിരിക്കും. പക്ഷെ if you look at the lower side, if you buy the right kind of generally അതിന്റെ റിട്ടേൺ കൂടുതലായിരിക്കും. But if you look at the lower side, അതിന്റെ lower side returns itself will be almost equal or slightly above gold and debt, right? So on a long term, again ഞാൻ long term എന്ന് പറയുമ്പോൾ 5-10 കൊല്ലം മിനിമം വെയിറ്റ് ചെയ്യണം. Gold has a very long duration, so don't even compare with gold. Equity ഒക്കെ ഒരു 5 കൊല്ലത്തിന് കൂടുതലാവുമ്പോൾ generally it will be considered as long term, and 10 years is good enough to get a decent return. Real estate, very similar behavior like equity, പക്ഷേ returns generally are relatively lower than equity. ഞാൻ പറഞ്ഞ other asset class including എന്താ പറയാ ബിറ്റ്കോയിൻ, ആർട്സ് ഒക്കെ അതർസ് ആണ്, അതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. മൂവിങ് ഓൺ, ഇതാണ് നമ്മൾ അവസാനം പറഞ്ഞതിനെ പറ്റിയിട്ട്. നമ്മൾ ആസ് എ ഐഡിയൽ ഇൻവെസ്റ്റർ വി വാണ്ട് ടു ബി ഹിയർ, zero risk with the highest return. We generally don't get that. The data has proven that people generally end up here below inflation with some amount of risk, right? That is where we end up. And what we are trying to do is somewhere here. This is good enough. ഇതിന്റെ മുകളിൽ 2% കിട്ടിയാൽ we will be an amazing investor. We don't need anything. ഇൻഫ്ലേഷന്റെ മുകളിൽ 2%, അതായത് ഇന്ത്യയിലെ average inflation will be around 6.5-7%. If you can make above 9% consistently, if you can just do double digits on a consistent for a 10, 15, 20 years, you will be an amazing investor. Now, ഈ ഡാറ്റ ഞാൻ ഇപ്പൊ ജസ്റ്റ് ചെറുതായിട്ട് സൂചിപ്പിച്ചു. You just first look at the green graphs, right? രണ്ടും ഇത് 10 year, 10 year, 20 year ഡാറ്റ ആണ്. Average investment on debt returns are 6.7%.
മിനിമം കിട്ടിയത് ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഇന്ത്യയിലുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ട് എടുത്തിരിക്കുകയാണ് ആസ് ഓൺ ലാസ്റ്റ് മന്ത് എല്ലാ മ്യൂച്വൽ ഫണ്ട് എടുത്തിരിക്കുകയാണ്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹാസ് ഗിവ്സ് us the ബെസ്റ്റ് ഡേറ്റ പോസിബിൾ. വളരെ ക്ലീൻ ഡാറ്റയാണ്. എല്ലാ ദിവസവും അവർക്ക് ഡിക്ലെയർ ചെയ്യണം. ഇറ്റ് ഈസ് ഓഡിറ്റഡ്, മൾട്ടിപ്പിൾ ഓഡിറ്റഡ്, സെബി ഓഡിറ്റഡ്, ഒരുപാട് ഓഡിറ്റിംഗ് ഒക്കെ ഉള്ള. സോ ഇറ്റ്സ് വെരി അൺലൈക്ലി ദാറ്റ് എനിത്തിങ് വിൽ ഗോ റോങ് ദർ. ആൻഡ് ഈവൻ ഇഫ് ദർ ഇസ് സം മൈനർ മിസ്റ്റേക്സ് വിൽ ബി സെക്കൻഡ് തേർഡ് ഡെസിമൽ ഒക്കെ. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് ഡേറ്റ. അപ്പോ ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് നോക്കുകയാണെങ്കിൽ ആവറേജ് 6.7 ഉണ്ട്. Minimum it has given 3.8, maximum you got 8%. So this is on 20-year period. Now if you look at the same thing on a 10-year period, this 6.7 has become 7, that is 3.5, so 3.8, 3.5, and this 8 is 9.3. So in 9.3 avan oru reason undu. During pre-COVID there was a big I'm sorry, not pre-COVID, around 2012, 13, 14, the interest rates were very high because inflation was very high. So അത് കാരണമാണ് ഇതൊരു കാണുന്നത്. ഇത് ആക്ച്വലി ഒരു അനോമലി ആണ്. 9+% കിട്ടുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 8% is a reasonable number. Now look at the red line, right? The equity line. Average കിട്ടിയിരിക്കുന്നത് 18% over 20-year period. So any anomaly, ഒരു കൊല്ലം നന്നായി വന്നു, കോവിഡ് നന്നായി വന്നു, അല്ലെങ്കിൽ 2015 തൊട്ട് 18 വരെ മാർക്കറ്റ് ഒന്നും ചെയ്തില്ല, ആ anomalies എല്ലാം average will wipe off all those anomalies. It has given 18% over a 20-year period, and an average has given 11.9%, 12%, and the best, if you are best one, you would have got 24%. And this is a 10-year similarly 13.4. And see this, there is a minimum which is given -4. There is always a risk of getting into minus. That's why choosing this is very, very important. If somebody chose this wrong fund, after 10 years also they would have been sitting on -4% annualized. Of course, if you have chosen the right fund, you would have got it 25%. Now gold has done 12.5%. And average minimum max illa karana gold il valare korchu fundale ullu, so I didn't get the minimum and max for that. So gold has done 12.5% over 20 years, but 10-year period, this is surprising data, there's only 4.7%. idu korchu koodittunde, idu kazhinja maasathe data aanu, it would have crossed definitely 5 by this time. So gold has not done it. And as I said, over decades gold can underperform. So ipo korchu gold fund undu, that's why I got the minimum and max, right? So very, very simple. Going back to what I said, equity invariably is going to give the better return when we compare at any time period. And any time period nu parayumbo 20 kollokke is a very reasonably long period. In the sense, nammada working life will almost half the working life will be 20 years, right? And if you don't do anything wrong for 20 years, it's unlikely that we will probably make money. So even if you have put the money in the worst, I mean by unluck I chose the worst fund, still you will make money. So beyond 10 years, generally the way the equity works is it's very difficult to lose money unless I am going and choosing individual stock. Mutual fund, it is, no fund has given negative returns beyond 10 years in Indian history. Of course, ella dosum change avam, so be careful. You don't take it as granted. Karanam ella dosum that market will go up and down, and this is point to point return. So adindaya oru weakness undu, oru drawback undu, adu njan pinnid parayam. Now returns ne patti nammal ithrayum karyangal kore samsarichu. Now lot of people don't understand how to calculate returns. So വളരെ simple ആണ്. This is no brainer. ശരിക്കും സത്യം പറഞ്ഞാൽ ഇതിന് എക്സൽ ഓപ്പൺ ചെയ്യാൻ മാത്രമേ അറിയേണ്ട ആവശ്യമില്ല, അതിൽ കൂടുതൽ ഒന്നിന്റെ ആവശ്യമില്ല. So Q2 എടുക്കാം, അതാണ് ഈസി. അല്ല സോറി, Q2, Q3, Q4 എടുക്കാം, ഇതായിരിക്കും ഈസി. ഈ പ്രോബ്ലം വായിക്കാൻ പറ്റുന്നുണ്ടോ? ആയിരിക്കുന്നു കൺഫേം ചെയ്തേ. പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഞാൻ വായിക്കാം. ഡോക്ടർ എ ഡോക്ടർ എ investments are given below. As on 9th April 2022, his investments are worth 27 lakhs. What is the annualized return? Annualized return എപ്പോഴും IRR എന്ന് പറയാം, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയാം ടെക്നിക്കൽ അക്കൗണ്ടിങ് ടെർമിനോളജിയിൽ. ഇതൊരു SIP, സ്യൂഡോ SIP പോലെ പറയാം. പുള്ളി ചിലപ്പോ റെഗുലർ ആയിട്ട് ഇടുന്നുണ്ട്, ചിലപ്പോ ഇത് എന്താ പറയാ പെട്ടെന്ന് ഇട്ടിട്ടുണ്ട്. സോ പുള്ളിക്ക് പൈസ കിട്ടുമ്പോ ഒക്കെ പുള്ളി ഇടുന്ന പോലെയാണ്. അപ്പൊ വാട്ട് ഐ ഹാവ് ഡൺ ഈസ് ഈച്ച് ഇൻവെസ്റ്റ്മെന്റ്, ആദ്യം ഒരു 1 ലക്ഷം, പിന്നീട് 1 ലക്ഷം, പിന്നീട് 1 ലക്ഷം, പിന്നീട് 1.5 ലക്ഷം, പിന്നീട് 50,000,
1.5 ലക്ഷം, 1,50,000, പിന്നെ ഒരു 7 ലക്ഷം ഇട്ട് ഒരു ബോണസ് കിട്ടി നിൽക്കാം, പിന്നെ 2 ലക്ഷം, 1 ലക്ഷം കിട്ടി. ഇത് ഒരു 27 ലക്ഷം ആയി. ഇത്രയും. ഇതിന്റെ ആനുവലൈസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വളരെ 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 സിമ്പിൾ ആണ്. ദർ ഇസ് എ ഫോർമുല കോൾഡ് XIRR ഇൻ എക്സൽ. XIRR ഇടുക, എല്ലാ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിഡംഷന്റെ നമ്പർ എടുക്കുക, സെലക്ട് ഓൾ ദോസ് തിങ്സ്. മൗസ് ആണെങ്കിൽ XIRR ഇട്ടിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ആദ്യത്തെ തൊട്ട് താഴത്തെ ഏറ്റവും താഴത്തെ ഡ്രാഗ് ചെയ്യാം, ഒരു കോമ ഇടുക, then select all the dates, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇത്രേ ഫോർമുലയുള്ളൂ, നത്തിങ് എൽസ്. വളരെ 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 സിമ്പിൾ ആണ്. ഇതിലൊരു മൈനർ ചേഞ്ച് ചെയ്യേണ്ടി വരും, വരുത്തേണ്ടി വരും. എക്സലിന് ഏതാണ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ് റിഡംഷൻ എന്ന് അറിയണം. അപ്പോ ഏതെങ്കിലും ഒന്ന് പ്ലസ് ഇടണം, ഏതെങ്കിലും ഒന്ന് മൈനസ് ഇടണം. അതായത് സിമ്പിൾ, ഇഫ് യു ആർ പുട്ടിംഗ് ഇൻവെസ്റ്റ്മെന്റ് ആസ് പ്ലസ്, പുട്ട് റിഡംഷൻ ആസ് മൈനസ്, or if you are putting redemption as plus, put investment as minus. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട എറർ കാണിക്കും, show error. So what I will do is I will take this is minus. So we got the returns 12.10. ഇതാണ് റിട്ടേൺസ്. സോ ആരെങ്കിലും എന്താ പറയാ, when people keep saying that returns എനിക്ക് ഇത്ര റിട്ടേൺ കിട്ടി അതെന്നൊക്കെ പറയുമ്പോൾ ഇത് മാത്രമേ അവർ പറയാൻ പാടുള്ളൂ. സോ there are many kind of returns unfortunately. ഞാൻ ഇതിന് മുന്നേ കാണിച്ച സ്ലൈഡ്, that is what they call as trailing return എന്ന് പറയും. ട്രailing return എന്ന് പറഞ്ഞാൽ ഞാന് 1 ജനുവരി 2010 ഇൻവെസ്റ്റ് ചെയ്തു, 1 ജനുവരി 2020 എടുത്തു, 10 കൊല്ലം. ഇത് പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ ആണ്. ഈ ഒരു പോയിന്റ് നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോയി, ആ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ ആണ്. ഇതാണ് ട്രയലിംഗ് റിട്ടേൺ. 10 കൊല്ലം ട്രയലിംഗ് റിട്ടേൺ. ഇതാണ് വളരെ സിമ്പിൾ. ഇത് നല്ലൊരു മെഷർമെന്റ് ആണ്. ഇറ്റ്സ് എ വെരി ഗുഡ് ഡേറ്റ പോയിന്റ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ട്രിക്കി. എന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചത്. Here we go. ഭവിഷ്യ ഫ്ലെക്സി ക്യാപ് ഡയറക്റ്റ് തരാം. റിട്ടേൺസ് ആണല്ലോ അതിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഒരു ടേബിള് ഇല്ല, കാണുന്നില്ല. ബ്രൗസർ ആണല്ലേ? ഓക്കെ, ഗൂഗിൾ ബ്രൗസർ കാണുന്നത്. ഓക്കെ. Give me a second. Refresh. അതൊരു ഡിലേ ഉണ്ട് കേട്ടോ. ഇന്റർനെറ്റ് സ്ലോ വന്നു, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ കാണുന്നുണ്ട്. ഒരു രസകരമായ കാര്യം നോക്കൂ. ഈ ഫണ്ടിന്റെ ഈ ഫസ്റ്റ് ലൈൻ നോക്കാം കേട്ടോ. ഈ ഫണ്ടിന്റെ ഒരു കൊല്ലത്തെ റിട്ടേൺ -2.14% ആണ്. പക്ഷെ 3 കൊല്ലത്തിന്റെ റിട്ടേൺ 25.85%. അതായത് 3 കൊല്ലം 25%, 25%. ഔട്ട് ഓഫ് ദ വേൾഡ് റിട്ടേൺ ആണ്. 25% ആരെങ്കിലും പൈസ എനിക്ക് തരണമെങ്കിൽ അവര് അപ്പ എന്റെ പൈസ മുഴുവൻ കൊടുക്കും. ഔട്ട് ഓഫ് ദ വേൾഡ് റിട്ടേൺ. പക്ഷെ 10 കൊല്ലം പോകുമ്പോൾ 10%, അല്ല സോറി 5 കൊല്ലം പോകുമ്പോൾ 10%, 9 കൊല്ലം പോകുമ്പോൾ 14%. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി ദ റീസൺ വൈ പോയിന്റ് ടു പോയിന്റ് റിട്ടേൺ നമ്മൾ ശ്രദ്ധിക്കണം. ഈ കാണുന്ന ഗ്രാഫിൽ ലെറ്റ് us ഫോക്കസ് ഓൺ ഏതാണ് ബ്ലൂ ലൈൻ ആണ് ഈ ഫണ്ട്, ഈ ABSL ആദിത്യ ബിർള സൺ ലൈഫ് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. അതിന്റെ പെർഫോമൻസ് ആണ് ഈ താഴെ കാണുന്ന ഈ ബ്ലൂ ലൈൻ. ഇതിപ്പോ ഒരു കൊല്ലം മുന്നേ ഉണ്ടായിരുന്ന 1245 NAV ആണ്. ഇന്ന് അതിനേക്കാൾ കുറച്ച് കുറവാണ്, 218 ഉണ്ട്. പക്ഷെ 3 കൊല്ലം കാണിച്ചത് അപ്പൊ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ. 3 കൊല്ലം കാണുമ്പോൾ മുകളിലേക്കാണ് പോയിരിക്കുന്നത് കംപ്ലീറ്റ്. റൈറ്റ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഷോയിങ് 25. പക്ഷേ ലെറ്റ് us look at 5 years.
5 years ബാക്ക് തന്നെ ഇതൊരു ഒരു ലെവലിലായിരുന്നു. കോവിഡ് വന്നപ്പോൾ അത് നന്നായിട്ട് വീണു. Now the 3-year return is starting somewhere here. 15th of April അവിടെ നിന്ന് തുടങ്ങുന്നത്, റൈറ്റ്? അവിടെ നിന്ന് ഇവിടേക്കുള്ള റിട്ടേൺ കാണിക്കുന്നത് ആ 15. അത് ആ നമ്പർ കറക്റ്റ് ആണ്. 30% റിട്ടേൺ ഈസ് എ കറക്റ്റ് നമ്പർ, or 25%, 25.85% is a right number. But since this is a point to point, ഇവിടെ നിന്ന് ഇവിടേക്കുള്ള റിട്ടേൺ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഷോയിങ് സച്ച് എ ഹൈ നമ്പർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ 10 കൊല്ലം 20 കൊല്ലം ഡേറ്റ കാണിക്കാൻ ഉള്ള റീസൺ, ഇങ്ങനെ വല്ല അനോമലി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫ്ലാറ്റൻ ഇറ്റ്. ആ മൾട്ടിപ്പിൾ സ്ലൈസിങ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാമോ ഇതൊരു അനോമലി ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഐ വിൽ ഇഗ്നോർ ബോത്ത് ദീസ് നമ്പേഴ്സ്. -2 ഞാൻ ഇഗ്നോർ ചെയ്യും, 25.84 ഞാൻ ഇഗ്നോർ ചെയ്യും, ബിക്കോസ് ബോത്ത് ആർ അനോമലീസ്. ദിസ് ഇസ് എ മാത്തമാറ്റിക്കൽ, സോറി, യു ഹാവ് ടു ബി. സോ ഇത് വളരെ സിമ്പിൾ ആണ്. ഞാൻ എന്റെ BP മെഷർ ചെയ്യുന്നു, നോക്കിയപ്പോ 140 150 വന്നത്. പിന്നെയാണ് ഞാൻ നോക്കിയത്, ഞാൻ ഒരു അരമണിക്കൂർ ഓടിയിട്ട് വന്നിട്ട് ഞാൻ BP നോക്കിയത്. That's anomaly. I should not be measuring BP at that point of time. Probably I should wait for another 15 minutes or 20 minutes when my heart will slow down, and then I should measure, right? So that is why the long period will give you a better indication. For 5 year നോക്കുമ്പോൾ 10.22, 7 year നോക്കുമ്പോൾ 13. So the long term returns realistically are going to be somewhere here. 10, 14, 11, 12. This also can be anomaly. കാരണം 10 കൊല്ലം മുന്നേ 2013, so let us look at 2013, right? 2013 മാർക്കറ്റ് ഇവിടെ ആയിരുന്നു, അവിടെ നിന്നാണ് 17% കണ്ടുള്ളത്. So let us look at what happens if it is 2012. ഓക്കെ, അവിടെ ഫണ്ടില്ല. ഓക്കെ, ആ ഡാറ്റ കിട്ടില്ല, കാരണം 2013 ജനുവരി തൊട്ടിട്ട് ഫണ്ടിന്റെ ഡാറ്റയുള്ളൂ. സോ യു വിൽ നോട്ട് ഗെറ്റ് ദാറ്റ് ഡാറ്റ. സോ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഈസ് 2011-12 ഇത് പെർഫോമൻസ് ഫ്ലാറ്റ് ആയിരിക്കും. പിന്നെ 13 ശേഷം പെട്ടെന്ന് ഒരു 2 കൊല്ലം നന്നായി പെർഫോം ചെയ്തു. ദാറ്റ് ഇസ് വൈ യു ആർ ഗെറ്റിംഗ് 17%. 17 may not be always possible over a 10-year period. പിന്നെ വേറെ ഒരു വെരി ഇമ്പോർട്ടന്റ്, ഈ 10 year, ഈ 7 year, 5 year എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഡാറ്റയാണ്. ദാറ്റ് ഈസ് ക്ലോസിംഗ് ആസ് ഓൺ Thursday. മാർക്കറ്റ് ക്ലോസ്ഡ് ആസ് ഓൺ Thursday. Monday വരുമ്പോ market will have a new price. This 17 will change, this will change, this will change, everything will change. So this is not return on stone. നമ്മള് മറ്റേ FD ഇൻട്രസ്റ്റ് ഒക്കെ പറയുന്ന പോലെ 8% പറയുന്ന പോലെ അല്ല ഇത്. This will change on a silent ആയി, more than silent ആയി. sorry, വോയിസ് കേൾക്കാനില്ല. Okay. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എന്റെ ഫോണിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, പ്രശ്നമില്ല. ബ്രോഡ്ബാൻഡിൽ ഒന്ന് ഉറക്കെ വിളിച്ചേക്ക്, കേൾക്കുന്നില്ലെങ്കിൽ. Okay, so what I was saying is, be very careful with these numbers. നിങ്ങൾ നോക്കുകയാണെങ്കിൽ this is not a number written on stone. ഈ നമ്പർ എല്ലാ ദിവസവും, എല്ലാ മാർക്കറ്റ് വർക്ക് ചെയ്യുന്ന ദിവസവും these numbers will change, and look at an average which will give you the kind of big numbers and small numbers. Just eliminate those. That just will not make sense. ഇങ്ങനെയുള്ള numbers you just average it. That will be the realistic way to look at the returns of these numbers, right? ഇപ്പൊ ഞാൻ കാണിച്ച എക്സലില് കാണിച്ചില്ല. ഇതിനിപ്പോ എങ്ങനെയാണ് ഇപ്പൊ കറക്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ ഇൻവെസ്റ്റഡ് സംതിങ്, ഞാൻ ഒരു കൊല്ലത്തേക്ക് കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? കേൾക്കാം. ഓക്കെ, സോ ഞാൻ ഒരു FD ഇട്ടു എന്ന് വെച്ചോളൂ. ഞാൻ ഒരു കൊല്ലത്തേക്ക് 8% ഒരു FD ഇട്ടു. 10,000 ഇട്ടു, 8% ഇട്ടു. സോ ദിസ് വിൽ ബിക്കം 1.08, റൈറ്റ്? ഒരു കൊല്ലം 10,000 രൂപ, സോറി, 1 ലക്ഷം രൂപ, 1,08,000 രൂപ. This is the
8% return, right? 8% interest on a FD. ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ ഫോർമുല യൂസ് ചെയ്യുക. XIRR ഇത് രണ്ടും സെലക്ട് ചെയ്യുക, കോമ ഇത് രണ്ടും സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ സൈൻ മാറ്റണം, ഏതെങ്കിലും ഒന്ന് മൈനസ് ആക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ പോയിട്ട് നേരെ തിരിച്ച് ചെയ്യാം, ഇത് ഞാൻ മൈനസ് ആക്കും. ഓ സോറി, രണ്ടും മൈനസ് ആക്കും. ഇത് ഫോർമുല ഡ്രിവൺ ആണ്. %8. 8%. റൈറ്റ്? സോ സിമ്പിൾ വെരിഫിക്കേഷൻ ആ ഫോർമുല വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. ഞാന് വർഷങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ജനറലി ഇറ്റ് വിൽ ബി മന്ത്സ്. വി വിൽ പുട്ട് ഇറ്റ് ഓൺ മന്ത്സ്, വേരിയസ് ഡേറ്റ്സ്. നമ്മുടെ LIC അതൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വർഷം ഒരു 10, 20, 30, 40 എൻട്രി കാണും. സോ ഇറ്റ്സ് വെരി 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 സിമ്പിൾ ടു figure out what is the returns we are getting. Of course, ഈ return tax പരിഗണിച്ചിട്ടില്ല. So if you are putting anything on FD, definitely നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സും കൊടുക്കേണ്ടി വരും. ഓക്കെ, ഐ വിൽ ടേക്ക് എ പോസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എനി ടൈം ഇപ്പൊ നിങ്ങൾക്ക് ഇനി ആരെന്ത് പറഞ്ഞു തരുമ്പോഴും യു ജസ്റ്റ് ഡു ദിസ് XIR ഫോർമുല. ഇത് വേണമെങ്കിൽ ഞാൻ 1, 2, 3 എത്ര പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഈ ഒരു ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ, വേറെ ഒന്നും റിട്ടേൺ പഠിക്കാനില്ല. ഈ ഒരു ഫോർമുല മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. I will pause for few seconds. Anybody has any questions? Let us talk it now itself. ഞാൻ അതിന്റെ സിനാരിയോ ഒക്കെ ഉണ്ടാക്കി അതിനെ കാണിച്ചു. ഈ ഒരു ക്വസ്റ്റ്യൻ മുകുന്ദൻ, ചില ഇൻഷുറൻസ് പ്രോഡക്ട്സിൽ ഇങ്ങനെ ആന്വിറ്റി ബേസ്ഡ് റിട്ടേൺസ് തരുന്ന കുറച്ച് സ്കീംസ് ഒക്കെ അവർ പറയാറുണ്ട്. അപ്പൊ അതിലും സെയിം ഫണ്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ എത്ര നമ്മൾ പ്രീമിയം ആയിട്ട് കൊടുക്കുന്നുള്ളത് മേ ബി നെഗറ്റീവായിട്ട് കാണിക്കുക, മേ ബി എത്ര അവർ മേ ബി റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചിങ്ങോട്ട് തരുന്നത് പോസിറ്റീവായിട്ട് കാണിക്കുക ഓവർ എ പീരീഡ് ഓഫ് ടൈം. അപ്പൊ അത് സെയിം ഫോർമുല വെച്ച് അപ്ലൈ ചെയ്താൽ നമുക്ക് ആക്ച്വലി അതിന്റെ റിയലി അത് വർത്ത് ആണോ, അത് എത്രമാത്രം പെർസെന്റേജ് റിട്ടേൺസ് വൈസ് തരുന്നുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അബ്സല്യൂട്ട്ലി. സോ ഇതാണ് അടുത്ത കേസ്. ഇത് റിയൽ ഒരു കോട്ട് കിട്ടിയതാണ്, അത് വെച്ചാണ് ഞാൻ ചെയ്തത്. അതായത് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങയുടെ ഇപ്പോഴത്തെ വയസ്സ് 41 12 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യുക. 13ാമത്തെ കൊല്ലം ഒന്നും കിട്ടില്ല. 14ാമത്തെ കൊല്ലം തൊട്ട് 13,18,100 രൂപ കിട്ടും. പിന്നെ മെച്യൂരിറ്റി ടൈമിൽ ഒരു 1.2 crores കൂടെ കിട്ടും. അപ്പൊ ഇപ്പൊ അതേ കാര്യം തന്നെയാണ്. യു ജസ്റ്റ് ഡു ഇതൊക്കെ മറന്നേക്ക്. ഇത് ഞാൻ കൂടുതൽ പറഞ്ഞുതരാം. ജസ്റ്റ് മൂവ് ദിസ് ഔട്ട്. അതേ ഡേറ്റ്സ് ഇടുക. 12 കൊല്ലത്തേക്ക് എല്ലാം പോസിറ്റീവായിട്ട് ഇടുക, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്. ഫസ്റ്റ് ഇയർ മാത്രം അവർ ഇൻഷുറൻസിൽ സാധാരണ കുറച്ച് കൂടുതൽ ടാക്സ് GST എടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കുറയും. 13ാമത്തെ കൊല്ലത്തിൽ ഒന്നുമില്ല. 14ാമത്തെ കൊല്ലം കൊണ്ട് ഈ 13 lakhs എടുക്കുക, മൈനസ് 83ാമത്തെ വയസ്സിൽ ആ 1.2 crore ആഡ് ചെയ്യുക. ദെൻ 1.2 crore ആഡ് ചെയ്യുക. അതിന്റെ കൂടെ 13 ലക്ഷം ആഡ് ചെയ്യുക. അപ്പൊ 1.3 some crore കിട്ടും. ഇവിടെ സെയിം ഫോർമുല XIRR. ഇത് മുഴുവൻ സെലക്ട് ചെയ്യുക, ഡേറ്റ് മുഴുവൻ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെയ്യാം. XIRR ഇവിടെ നിന്ന് മുകളിലേക്ക് വരെ പോവുക, എല്ലാം സെലക്ട് ചെയ്യുക, കോമ, ഡേറ്റ് എല്ലാം സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്റർ. 6.51%. ഇത് കോട്ടക് ഇൻഷുറൻസുകാർ തന്ന ഒരു പ്രപ്പോസലാണ് ഞാനിപ്പോ കാണിച്ചത്. ഈ എക്സൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ പുതുതായിട്ട് ഉണ്ടാക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പ്രപ്പോസൽ വരുമ്പോൾ ഇതിന്റെ നമ്പർ മാറ്റിയാൽ മതി, ഡേറ്റും വാല്യൂ മാത്രം മാറ്റിയാൽ മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഈ പ്രപ്പോസൽ നല്ലതാണോ? ഓക്കെ, ശരി. ഞാൻ ഹൈഡ് ചെയ്ത കാര്യം കൂടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ,
ഇതൊരു 1 കോടി എത്രയോ 1 കോടി 1,14,00,000 കവറാണ്, ലൈഫ് കവറാണ് ഈ ഇൻഷുറൻസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഈക്വലന്റ് ആയിട്ടൊരു ടേം നോക്കി. 41 വയസ്സായിട്ടുള്ള ഇതൊരു കുറച്ച് കൂടുതലാണ്, ഒരു 22, 24 മതിയാണ്. പക്ഷെ ഞാൻ എന്തായാലും 30,000 ഇരുന്നോട്ടെ. ഞാൻ എന്റെ കഷ്ടകാലത്തിന് എനിക്ക് പ്രീമിയം കൂടുതലാണെങ്കിൽ അത് ഇരുന്നോട്ടെ എന്ന് വെച്ചു. എന്നിട്ട് ഇതിന്റെ ആ ബാക്കിയുള്ള പൈസ ഉണ്ടല്ലോ, ഈ 30,000 രൂപ ഞാൻ ടേം പ്ലാൻ ആയിട്ട് അടച്ചു. എന്നിട്ട് 10,15,000 രൂപ, അതായത് ഇത് മൈനസ് ഇതാണ്, വളരെ സിമ്പിൾ ആണ്. നമ്മൾ 10,45,000 ഇൻഷുറൻസിന് കൊടുക്കുന്നവരെ ഞാൻ 30,000 രൂപ ഇൻഷുറൻസിന് കൊടുത്തു. ബാക്കി പൈസ ഞാൻ കൊണ്ടുപോയിട്ട് ഏതോ ഒരു മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിട്ടു. മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പോ ചുരുക്കം പറഞ്ഞാൽ ഐ ആം കവേർഡ് ഫോർ ദ സെയിം സം അഷ്യൂർഡ്. 1.14 crore എന്നുള്ള സം അഷ്യൂർഡ് ഞാൻ എടുത്തു. ബാക്കി പൈസ ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഞാൻ 83 വയസ്സ് വരെ ഐ ആം പേയിങ് 30,000 പെർ മന്ത്. ബാക്കി അപ്പൊ ഞാൻ ഇത് മൈനസ് ചെയ്തു. ഇതെന്നാ ഈ 10,22,000 30,000 മൈനസ്. സോ യു വിൽ സീ എവറി ഇയർ ഐ ആം പുട്ടിംഗ് ദിസ് മച്ച് മണി ഇൻ ദാറ്റ് മൈ മ്യൂച്വൽ ഫണ്ട്. ഇവിടെ തൊട്ട് മൈനസ് ആണ്, കാരണം ഇവിടെ എനിക്കൊന്നും ഇടുന്നില്ല, പക്ഷെ ഇവിടെ 30,000 രൂപ കൊടുക്കണം. ഇവിടെ ആണെങ്കിൽ ഞാൻ 13 ലക്ഷം രൂപ ഇവിടെ കയ്യിൽ തിരിച്ചു കിട്ടുന്നതിന് പകരം അതിൽ നിന്ന് എനിക്ക് 30,000 രൂപ കുറച്ചിട്ട് 12,88,000 രൂപയെ കിട്ടുള്ളൂ. കാരണം 13,000 രൂപ കിട്ടിയാൽ എനിക്ക് 30,000 രൂപ ഇവിടെ കൊണ്ടുപോയി കൊടുക്കണമല്ലോ. അപ്പൊ 12,88,000. അപ്പൊ എല്ലാം എക്സാക്ട് 1:1 സിറ്റുവേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് എന്റെ എന്താ പറയാ എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ്, റൈറ്റ്? ഇപ്പൊ ഇത് ആദ്യം തന്നിരിക്കുന്നത് ഞാൻ ഒരു ഡെറ്റിൽ കൊണ്ട് ഇട്ട് വെച്ചാൽ 7.5% റിട്ടേൺ ഡെറ്റില്. രണ്ടാമത്തെ സിറ്റുവേഷൻ ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഡെറ്റ് എന്ന് പറഞ്ഞാൽ 100% ഫിക്സ്ഡ് ഇൻകം, അതായത് ഗവൺമെന്റ് സെക്യൂരിറ്റി ആവാം, HDFC-യിലാവാം, SBI-യിലാവാം, ആക്സിസ് ബാങ്കിലാവാം, അതൊക്കെ ആവാം. അപ്പൊ നമ്മൾ ആ ഫണ്ട് കാറ്റഗറി ഞാൻ ഒന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്യാം. ബാലൻസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 50% ഡെറ്റും 50% ഇക്വിറ്റിയും, 50-50. അതെല്ലാം അവർ തന്നെ ചെയ്തോളും. നമ്മൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിൽ ഒന്ന് എടുത്താൽ മതി. ICICI അല്ലെങ്കിൽ HDFC, SBI എടുത്താൽ മതി. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടത് നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ എന്ത് പറ്റും പറഞ്ഞാൽ നിഫ്റ്റിയിൽ ഞാൻ 13% റിട്ടേൺ അസ്യൂം ചെയ്തു, ബാലൻസ് അഡ്വാൻറ്റേജിൽ 11 അസ്യൂം ചെയ്തു, ഡെറ്റിൽ 7.5 അസ്യൂം ചെയ്തു. ഇനി കട്ട് ലോങ് സ്റ്റോറി ഷോർട്ട്, ഇതില് നമ്മളെല്ലാം കൂടെ കഴിഞ്ഞ അവസാനം കിട്ടുന്നത് 5.15 crores ആണ് കിട്ടുന്നത്. എല്ലാം നമ്മൾ മിനിമം എന്താ പറയാ something wrong. 1.3 എടുക്കുന്നത് 5.1. ഓക്കെ, കറക്റ്റ് 5.1 തന്നെ. അത് ഡെറ്റില് എന്റെ കാൽക്കുലേഷൻ ഇപ്പൊ മറന്നു, എന്താ ഞാൻ ചെയ്തത്? ഓക്കെ, ഡെറ്റില് ഞാൻ ഈ സംഭവം കഴിയുമ്പോൾ എനിക്ക് അതിൽ 2.9 crores more than what I get in insurance. If I am going to balance advantage fund, I will get 33 crores more. ഇവിടെ ഉണ്ട്, ഈ കോളം വായിച്ചാൽ മതി. കോളം നമ്പർ 46 ഞാൻ ഹൈലൈറ്റ് ചെയ്തോട്ടെ. സോ ഡെറ്റിൽ 7.5% ഡെറ്റിൽ ഇടുകയാണെങ്കിൽ I will get 2.9 crores more. If I am putting in a balance advantage fund, I will get 34 crores more. If I am putting in Nifty, I will get 84 crores more. അതിൽ ഒരു സംശയം, ഇതിലെ എത്ര റിട്ടേൺ പെർസെന്റേജ് ഇട്ടിരിക്കുന്നത്? ഇത് മൂന്നിന് എങ്ങനെയാ ഈ ഫിഗർസ് അറൈവ് ചെയ്തത്?
ഇതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഞാൻ ഡെറ്റിന്റെ അസ്യൂം ചെയ്തിരിക്കുന്ന 7% റിട്ടേൺ. ബാലൻസ് റിട്ടേൺ 11, ഇൻഡെക്സ് 10. ഇതെല്ലാം റിയലിസ്റ്റിക് ആണ്, ഇതൊന്നും അഗ്രസീവ് അല്ല, ഇതൊക്കെ റിയലിസ്റ്റിക്. ഞാനത് ശ്രദ്ധിച്ചില്ല. കുഴപ്പമില്ല. സോ അല്ല, ഇതൊക്കെ കുറച്ച് വളരെ സിമ്പിൾ ആണ്, പക്ഷെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. ഇത് ഒരു 4-5 പ്രാവശ്യം നമ്മൾ നോക്കിയുണ്ടല്ലോ, പിന്നെ വളരെ എളുപ്പമാണ് മനസ്സിലാവും. ആദ്യം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും. അപ്പൊ ഇത് എന്താ അറിയോ, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു, ടൈം ഈസ് ദ വാട്ട് ഇൻഷുറൻസ് കമ്പനി വിൽ ബാർഗെയിൻ വിത്ത്. ദിസ് ഈസ് നോട്ട് 5 or 10 years, ദിസ് ഈസ് 40 years. 40 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർമുല ടു ദ പവർ ഓഫ് n ഈസ് 40. അതാണ് സീക്രട്ട്, നത്തിങ് എൽസ്. Debt is only 1% more than what they are giving. 6.51 ആണ് അവർ തരുന്നത്. ഈ ഡെറ്റ് 7.5 ഉള്ളൂ, പക്ഷെ അത് 3 കോടി രൂപയാണ് കൂടുതൽ. ഈച്ച് പെർസെന്റേജ് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കുന്നത്. അതെ, അബ്സല്യൂട്ട്ലി. നമ്മൾക്ക് ഇപ്പോഴും ഈവൻ അവർ ഏജ് പറഞ്ഞാൽ ഞാൻ 92 ബാച്ച് ആണ്, സോ ഐ എം 52 നൗ. നമുക്ക് what I'm saying is we still have another 30 years minimum to manage our money. Minimum 30. If you are lucky, you have to do, or I will call it unlucky. I don't want to live till 90 and all, but maybe if you want to live 40 years, ജീവിക്കാനുള്ള still possibility is there for us. Still we may have to manage. But Mukundan, I have a doubt. It may be a doubt. Because in the first case, it is the word guaranteed is added. But in all these 3 cases, is there any guarantee that after 40 years, this 13% or 11% or 7.5 return will be there? Excellent question. Okay, so ഞാൻ തിരിച്ചു പറയാം. What could be the reason that India will not give 13% return? ഒന്ന് ആലോചിച്ച് നോക്കൂ. See, fundamentally, stock market has to do bad for India to not to give you 13%. Right? Yeah. Stock market is a proxy of India's economy. ഏത് രാജ്യത്തിന്റെയും, not only India's, any country's economy. Economy goes bad, whatever calculation you have done will all go wrong. Debt will not give you 7.5%. Debt may give you minus. Insurance companies will go bust if things go really bad. Banks can go bust. But there is no assurance on any of these things. So that guaranteed only a fancy word. The risk is similar enough. Correct. See, look at this situation. ഇപ്പൊ നാളെ ഒരു സുനാമി പോലെ ഒരു സാധനം വരുന്നു, ഒരു നല്ലൊരു സുനാമി വരുന്നു, ഒരു 2-3 കോടി ജനങ്ങൾ മരിച്ചു പോകുന്നു ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ. LIC മാത്രം പ്രോബ്ലം സർവൈവ് ചെയ്തു ബിക്കോസ് ഗവൺമെന്റ് വിൽ പേ ഫോർ ദാറ്റ്. ഓൾ അതർ ഇൻഷുറൻസ് കമ്പനീസ് വിൽ ഗോ ബസ്റ്റ്. See, these are worst case scenario. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ hundreds of things can go wrong. ഇപ്പോ വളരെ സിമ്പിൾ ആണ്. ലെറ്റ് us take a country like Pakistan, റഷ്യ. അവിടെ അവരുടെ ഒരു ജനറേഷൻ ഓൾറെഡി വൈപ്ഡ് ഔട്ട് ആണ്. കഴിഞ്ഞ ഒരു 3-4 കൊല്ലം കൊണ്ട് the leaders, whoever is the leader, whether it's a political or their civil services or whoever it is, whatever they have done or not done, they have just wiped off another 20-30 year of generations' lives. അവരെടുത്ത decisions, whatever they are doing in the country today, it has just wiped off. ഇപ്പൊ അങ്ങനെ വല്ലതും ഇന്ത്യയിൽ സംഭവിക്കുകയാണെങ്കിൽ nobody can predict what will happen. It will be disaster. But it will be applicable for everything. Even the guaranteed funds will not also Exactly. Mohan, just wanted to check what happened in Japan, because Japan economy is from 89. The stock has not come back. Excellent. So, Japan, coincidentally, Japan's market peak was in 1989 or 1990. I mean, ആരെങ്കിലും ഫോളോ ഉണ്ടോന്ന് അറിയില്ല. അവരുടെ മാർക്കറ്റ് പീക്ക് ചെയ്തത് 1990 എന്തായിരുന്നു, 45,000 47,000 എന്തോ പോയി. ഇപ്പോഴും അത് 30,000-35,000 എന്തോ ഉള്ളൂ മാർക്കറ്റ്. Right? Now we can ask what would have happened if I invested in Japan. So Japan chart എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ.
I think I can. I really need to get a broadband next time. ഞാനൊരു ഹോട്ടൽ അല്ല ഒരു Forex index Japan 225 കാണുന്നില്ല എന്റെ സ്ക്രീൻ? കാണാം. ഓക്കെ, ഇതാണ് ജപ്പാന്റെ 50-year സ്റ്റോക്ക് മാർക്കറ്റ് കേട്ടോ. ഇത് ഏകദേശം 1973 ടു ഇത് നോക്കൂ, ഞാൻ പീക്ക് പറഞ്ഞ എത്ര 89, റൈറ്റ്? സോ 2-3 കാര്യങ്ങൾ ജപ്പാൻ. പോയിന്റ് നമ്പർ 1, ജപ്പാന്റെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇവിടെ തന്നെ ഏകദേശം 1985 ഒക്കെ ആവുമ്പോൾ തന്നെ ഇറ്റ്സ് വാല്യുവേഷൻ വാസ് ലൈക്ക് അവർ അദാനി സ്റ്റോക്സ് വാല്യുവേഷൻ. അദാനി ഞാൻ തെറ്റായിട്ടല്ല പറയുന്നത്, പ്യുവർലി വാല്യുവേഷൻ. അതായത് ഇപ്പൊ ഇന്ന് സ്വർണത്തിന് ആരെങ്കിലും 1 കോടി രൂപ 1 ഗ്രാമിൽ എന്ന് പറയുന്ന പോലത്തെ വാല്യുവേഷൻ ആയിരുന്നു ജപ്പാനുള്ളത്. അങ്ങനെ ഉള്ള ഒരു വാല്യുവേഷൻ മാർക്കറ്റിൽ വളരെ കോമൺ ആണ്. ഇൻ ദ സെൻസ്, ഞാൻ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. 2007-ലോ 2008-ലോ DLFന്റെ വാല്യുവേഷൻ ഇപ്പൊ സോറി ഓക്കെ റീവേർഡ് 2007 ഉണ്ടായിരുന്ന DLFന്റെ വാല്യുവേഷന്റെ 40% ഇപ്പൊ അതിന്റെ വാല്യുവേഷൻ ഉള്ളൂ. അതായത് 16 കൊല്ലം കഴിഞ്ഞു. വളരെ സിമ്പിൾ. എന്താണ് വൈ ഇറ്റ് വാസ് വാല്യൂഡ് സോ ഹൈ ബൈ മാർക്കറ്റ്? 2004 തൊട്ട് 7 വരെ there was a real estate explosion in India. So market, everybody thought that explosion will continue for a longer period. ഒരു സബ്സ്റ്റാൻഷ്യൽ പീരീഡിന് പോകും. അപ്പൊ ഈ ഗ്രോത്ത് വരുന്നുണ്ടെങ്കിൽ ഈ വാല്യുവേഷൻ ഒക്കെ പറയുന്നത് 2-3 കൊല്ലം കൊണ്ട് ഇറ്റ് ഓട്ടോമാറ്റിക്കലി, കാരണം പ്രോഫിറ്റ് വന്നാൽ മതി, ആ വാല്യുവേഷൻ ഒക്കെ താനേ കുറഞ്ഞോളൂ. അപ്പൊ എല്ലാവരും മാർക്കറ്റ് കംപ്ലീറ്റ്ലി വിചാരിച്ചു കീപ് ഗോയിങ് എന്ന്. ബട്ട് പോസ്റ്റ് 2009 കൊളാപ്സ്, market realized real estate is not going to work in India, or it's going to take a long time. So that is why after 15 or 16 years also, its valuation is only 40% of what it is. Japan, the same thing was happening. Japanese exports were growing at a ലോകം കണ്ടിട്ടില്ലാത്ത ഒരു എക്സാമ്പിൾ ആണ് ജപ്പാൻ ചെയ്തത്. They were growing at one of the fastest pace, and coincidentally they were making some of the best products in the world where there was huge demand on a premium. അപ്പോ മാർക്കറ്റ് വിചാരിച്ചു it will keep going. അത് കാരണം അവരുടെ റിയൽ എസ്റ്റേറ്റ് became very expensive. Everything became super expensive. So it reached a point where market will finally realize that ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് അത് മനസ്സിലായി. Then it collapsed. So that was one point. So overvaluation came down. That is Japan's. If you look at Japan's population, it peaked somewhere in 90s or around 2000. So എല്ലാ രാജ്യത്തിന്റെയും ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ, the moment population starts flattening, the growth of the country will almost stop, and over a few years it will start going down. The country will start going down. Simple ആണ്. Productivity ആണ് reason. കാരണം when the population stops growing, അപ്പോൾ younger generation who can work, or the working population will saturate, and after some time the working population will start shrinking. So the productivity of people will keep reducing. Then they will not be able to deliver whatever productivity they were doing before that. ഇപ്പൊ ഇതാണ് major 2 reasons. ഇപ്പൊ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ till 2047 our working age population will keep increasing. In fact, by 2047, ലോകത്തിലുള്ള എല്ലാ ജോലിയുടെയും 20% work has to be done by Indians, preferably in India. കാരണം എല്ലാ രാജ്യങ്ങളും അങ്ങോട്ട് പോകാൻ സമ്മതിക്കും തോന്നുന്നില്ല. If we don't do work, the world will be so old by 2047. In other parts of the world, people will start dying because there is nobody to do work. So for another 25 years, on paper, India is in a golden period by demographics. ഇനിയിപ്പോ ചോദിക്കാം, ഇനിയിപ്പോ വേറെ നല്ല പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങളൊക്കെ ഇല്ല, അവിടെ പൊയ്ക്കൂടെ? ഫോർ എക്സാമ്പിൾ പാകിസ്ഥാൻ ഈസ് യങ്ങർ ദാൻ ഇന്ത്യ. നമ്മുടെ ആവറേജ് ഏജ് 27-28 എന്താണ്, പാകിസ്ഥാന്റെ 21 എന്താണ്, അഫ്ഗാനിസ്ഥാന്റെ 18 എന്താണ്. അവിടെയൊക്കെ പൊയ്ക്കൂടെ? ഇന്തോനേഷ്യ അവിടെയൊക്കെ പൊയ്ക്കൂടെ എന്ന് ചോദിക്കും. ഇന്തോനേഷ്യ 4th or 5th largest populated country in the world. So നമ്മളുടെ എന്താണ് ലുക്കിംഗ് അറ്റ് 3 things ആണ് ബേസിക്കലി ഡിസൈഡ് ചെയ്യാതെ ഒരു രാജ്യത്തിന്റെ ലോങ് ടേം പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. വൺ ഈസ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. നമ്മൾ ഒരുപാട് എല്ലാവരും ചീത്ത പറയുന്നുണ്ടെങ്കിലും വി ആർ വൺ ഓഫ് ദ സ്റ്റേബിളസ്റ്റ് എക്കോണമി ഇൻ ദ വേൾഡ്.
and you can compare that. Western world supposed to be a reasonably stable, but other if you remove that, if you look at any other part, we are one of the stable economy and we are not an autocrat economy. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ തന്നെ എടുക്കാവുന്ന പല വലിയ രാജ്യങ്ങളും ഡെമോക്രസി എന്ന് അവർ പറയുകയാണെങ്കിലും they are just autocracy, including China, including Indonesia, including Philippines, Sri Lanka, Pakistan, Russia, Turkey, all are autocratic economy, because that ruler is not going to go away for another 20, 30, 40 years until they die probably. അല്ലെങ്കിൽ അവർക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് അവർ മാറണം, എന്നാലേ അത് മാറുള്ളൂ. അല്ലെങ്കിൽ they are so stronghold, right? So India has a decent political system which gives handles over. കഴിഞ്ഞ 50 കൊല്ലം നോക്കുകയാണെങ്കിൽ US-ലേക്ക് ഇപ്പൊ ആളുകൾ കളിയാക്കുന്നുണ്ടായിരുന്നു. US-ല് ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റൽ ഹില്ലിൽ പോയി പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ത്യ never, when a party lost election, whether it was left or right or BJP or Congress, there was never a clash in transfer of power. That is very important because that gives the stability of the country. Number 2, the readiness to grow. Ipo India il nokkanengil, India has the second highest road network in the world. I think the third highest highway network in the world. The cheapest telecom network in the world, both the data and voice. It is growing to be one of the largest railway network in the world. One of the worst point in our whole business world was servicing cost was, or servicing logistic cost was 16% of any product. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 16% logistic cost ആയിരുന്നു. വേൾഡിലെ ബെസ്റ്റ് 8%. So because the logistic cost is higher, each of us as consumer are paying 8%, 10% more. കഴിഞ്ഞ 4-5 കൊല്ലം it's already come down to around 13-14%. With the new network of roads and railways coming in, it will come to less than 10% in the next 3 or 4 years. So the competitiveness in the world is increasing. In the last 4 months only, Indian services exports has grown so much that India is a current account deficit country. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ import is more than exports. ഈ ക്വാർട്ടറിൽ ഈ Q4 നോക്കുകയാണെങ്കിൽ our exports will be slightly more than imports, or it will be almost same. That means India devaluation of rupee will significantly slow down. Idana oru major reason for the devaluation of rupee, right? So we are becoming stronger and stronger in all aspects, in addition to the demography itself. For another 25 years, we are going to be the workforce for the world. ഇനിയിപ്പോ ഇതിലെല്ലാം വെച്ചിട്ട് ആരെങ്കിലും ഒരു വലിയ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റോ വന്നിട്ട് ഇതെല്ലാം ഓർക്കാൻ പറ്റുമോ? Obviously there's possibilities there. I mean, can't rule out anything wrong. But India also has a reasonable checkpoint in the system that it will at least throw out that person after 3, 4, 5 years or something. So for example, second term of the Congress government in the past, policy paralysis ഉണ്ടായിരുന്നു, inflation 12-13-14%. So they got thrown out, right? There will be some rotation, something will happen. The system will, I am assuming we are all smart enough as a citizens to manage that in a reasonable way. And especially we are kind of well-educated system, not like Pakistan. There are pockets where their literacy rates are very low. So that could be one reason why they are able to do a lot of shenanigans like this, right? So, ഒരിക്കലും സംഭവിക്കില്ല എന്ന് ചോദിച്ചാൽ I don't know. But we, as on today, have the right ingredient in place to be a continuously growing economy for the next foreseeable few decades itself. Sorry, long answer, but fine, very clear, very clear. It's a little complicated one. Of course, ഒരു point ഉണ്ട്. Lot of people, I don't know whether you guys keep hearing two things called digital public good and India stack. A lot of talk on that. വളരെ സിമ്പിൾ ആണ്. No rocket science. അതായത് ലോകത്ത് ഒരു രാജ്യത്തും ഇന്ന് ആധാർ പോലൊരു ഐഡന്റിറ്റി സിസ്റ്റം ഇല്ല. അതുകൊണ്ട് എന്തെന്ന് ചോദിച്ചാൽ 2 എക്സാമ്പിൾ ഞാൻ പറയാം. ബാംഗ്ലൂര് വന്നിട്ട് ഒരു ആൾക്ക് ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ he has to go basically to Bangalore Development Authority, BD, ഒരു റിക്വസ്റ്റ് കൊടുത്ത് അവന്മാർ ക്ലിയർ ചെയ്ത് തുടങ്ങാം. അതൊരു വലിയ പ്രശ്നമൊന്നുമില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഐഡിയലി ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ 1 week or something, right? Because it's a bureaucracy, it used to be corrupt.
And nobody used to get that license that easily. 3 കൊല്ലം 4 കൊല്ലം മുന്നേ, before COVID, the system was brought online. So ഒരു UP എന്ന് പറഞ്ഞ ഒരാളുടെ എക്സാമ്പിൾ ആണ് പറഞ്ഞത്. That guy came, he uploaded his Aadhaar to the website, he got a OTP, he filled the OTP, just the system just ensured you are the right person, the OTP came, his license came in next few minutes. So ഈ ഐഡന്റിറ്റി സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ലോവർ മോസ്റ്റ് ലെയർ ആണ്. അവരാണ് ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ്. Now what they have done is അതിന്റെ മുകളിൽ now they have built all the checking products. അതായത് KYC ചെയ്യുക, അതായത് ഞാൻ തന്നെയാണ് ഈ ആളെന്ന് പ്രൂവ് ചെയ്യുന്ന സാധനം, റൈറ്റ്? പണ്ട് KYC ചെയ്യണമെങ്കിൽ ഒരു ഫോം ഫില്ലപ്പ് ചെയ്യണം, അതിനോട് പല കോപ്പി കൊടുക്കണം, പിന്നെ അതാരെങ്കിലും ചെക്ക് ചെയ്യും എന്നൊക്കെയാണ്. ഇപ്പൊ അഗൈൻ ഇറ്റ് ഈസ് വാലിഡേറ്റഡ് ത്രൂ ആധാർ. അപ്പൊ KYC ചെയ്താൽ ഞാൻ തന്നെയാണ് ബാങ്കിൽ പോയിട്ട് എനിക്ക് ലോൺ വേണം, അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്ത് ചെയ്യണമെങ്കിലും I had to just do a OTP in front of them, or even remotely. I mean, on phone or on a video call, I can get that. Again, the biggest beneficiaries for this will be the bottom line. Now, ഇപ്പൊ 2 കാര്യങ്ങളും കൂടെ വരുന്നുണ്ട്. ഒന്ന് അക്കൗണ്ട് അഗ്രിഗേറ്ററും, പിന്നെ UPI പേയ്മെന്റ് ആസ് ദ പ്രൂഫ് ഫോർ ക്രെഡിറ്റ്സ്. എന്താന്ന് പറഞ്ഞാൽ അക്കൗണ്ട് അഗ്രിഗേറ്റർ ഇസ് വളരെ സിമ്പിൾ ആണ്. എനിക്കിന്ന് ബാങ്കിൽ ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ബാങ്ക് എയിൽ ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ബാങ്ക് ബിയിൽ ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിൽ ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, സ്റ്റോക്കിൽ ഇത്ര ഉണ്ട്, എനിക്ക് ഇത്ര റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, എനിക്ക് കുറച്ച് ഗോൾഡ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഇതൊക്കെ അറിയെങ്കിൽ വലിയ കാര്യമാണ്. പല എന്റെ ക്ലയൻസിനോട് ചോദിച്ചാൽ അവർ ഇതൊക്കെ ഉണ്ടെന്ന് പറയും. ഞാൻ എക്സൽ ഷീറ്റ് കൊടുക്കുക, ഫില്ലപ്പ് ചെയ്ത് തരും. അടുത്ത പ്രാവശ്യം 2 ദിവസം കൊണ്ട് അവർ പറയും, യു നോ വാട്ട്, ഐ ഹാവ് 2 more ലൈഫ് ഇൻഷുറൻസ്, പ്ലീസ് ആഡ് ദാറ്റ്. അത് ചെറിയ എമൗണ്ട് ഒന്നും ആയിരിക്കില്ല, ഒരു 5-10 ലക്ഷം രൂപ ഉണ്ടാവില്ലേ, അത് ആഡ് ചെയ്തു. അടുത്ത പ്രാവശ്യം എന്റെ അച്ഛന്റെ പേരുണ്ടായിരുന്ന ഒരു സ്ഥലം ഞാൻ വിട്ടുപോയി, അതുകൂടെ ആഡ് ചെയ്യാറുണ്ട്. So there are people who have asset who don't even know that they have asset. Forget all those things, right? Account aggregator is nothing, very simple concept. ഏത് അസറ്റ് ഉണ്ടെങ്കിലും it will get all aggregated. You can see that in one place, right? ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് പറയാം. ഇപ്പൊ നാളെ ഒരാൾക്ക് ലോൺ എടുക്കുന്നു. Okay, let me again take the lower most level. ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീക്ക് ഒരു പശുവിനെ വാങ്ങിക്കണം, 30,000 രൂപ ലോൺ വേണം, റൈറ്റ്? ഷീ കൻ ജസ്റ്റ് ഗോ ടു എ ബാങ്ക് ആൻഡ് ടെൽ ഹർ ദാറ്റ് എന്റെ ഹസ്ബൻഡിന്റെ പേരിലോ അല്ല എന്റെ പേരിലോ ഒരു സെന്റ് സ്ഥലമുണ്ട്, ദിസ് ഈസ് വാട്ട് ഐ എം ഗിവിംഗ് എ സെക്യൂരിറ്റി, ഗിവ് മീ എ ലോൺ. The loan can be given in that second itself. There is nothing to ask, nothing to discuss, right? Next level. ഇപ്പൊ UPI ഒക്കെ കുറെ ഈ ചായപ്പിടിക്കാരെ അവരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും, പലരും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ബാങ്കിന് നമ്മൾ സാധാരണ പോയ ബാങ്കിന് ഇവർക്കൊന്നും ലോൺ കൊടുക്കാനുള്ള നിയമമില്ല, കാരണം ബാങ്ക് ഓൾവേസ് വാണ്ട് സം സെക്യൂരിറ്റി, റൈറ്റ്, ഫ്രം എനിബഡി. ഇപ്പോ UPI ട്രാൻസാക്ഷൻസ് ആർ കൺസിഡേർഡ് ആസ് സെക്യൂരിറ്റി. അതായത് ഞാനൊരു ചായ വിൽക്കുന്നവനാണ്, ഒരു ദിവസം ഞാൻ 150 ചായ വെക്കുന്നു, 10 രൂപയ്ക്ക് വെക്കുന്നു, 1,500 രൂപ എനിക്ക് വരുമാനം ഉണ്ടെങ്കിൽ, അത് മുഴുവൻ അന്നത്തെ UPI എനിക്ക് ഉണ്ടെങ്കിൽ, ഐ ക്യാൻ ഗോ ആൻഡ് ഗിവ് ദാറ്റ് ഡേറ്റ ടു SBI ബാങ്ക് ആൻഡ് ടെൽ, സി ദിസ് ഈസ് മൈ ക്യാഷ് ഫ്ലോ, ഓൺ എ ഡെയിലി ബേസിസ് ഐ ആം മേക്കിംഗ് 1,500 rupees, ഐ വാണ്ട് ടു ബൈ എ കാർ, ഐ വാണ്ട് 5,000 rupees or 10,000 rupees loan. That is the security for them. He is going to get a loan. As already തുടങ്ങി കഴിഞ്ഞു, it's not in the full-fledged form, it's already started, right? So this is the third level. Now on top of this, ഇപ്പൊ മറ്റേ ഇവരൊക്കെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, there are certain government systems lying there. For example, GST is one system. GST will be tied to all these things. ഇവിടെ നിന്ന് പോകുന്ന എല്ലാ ഡാറ്റയാണ് GST. So ഇപ്പൊ നോക്കിയാൽ ഞാൻ വളരെ സങ്കടപ്പെട്ട ഒരു സിറ്റുവേഷൻ. ഞാൻ പാലക്കാട് എന്റെ when I was trying to set up my organization, എനിക്കൊരു സാധനം ഞാൻ വാങ്ങിച്ച GST ബില്ല് ചോദിച്ചപ്പോൾ it was impossible to get. Nobody was giving me a GST bill. I mean, ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 18% ഞങ്ങൾ കൊടുക്കുക, ടാക്സ് കൊടുക്കാൻ വേണ്ടി. ഞാൻ തരാം ടാക്സ്, I will pay the tax. But a lot of people didn't bother to give a GST bill, right? So the sad part is the tax leakage is huge today. ഇന്ന് ഗവൺമെന്റ് അടുത്ത് നിന്ന് ഉണ്ടാകുന്ന ലീക്കേജ് ടാക്സ് എന്ന് പോകുന്നത് വളരെ വലിയൊരു എമൗണ്ട് ആയിരിക്കും. So that will slowly get plugged over time. കാരണം ഇതെല്ലാം ഡിജിറ്റൽ ആകുമ്പോൾ
People have to show that money somewhere, right? It will take 3 years, 5 years, probably 10 years. I don't know when, but slowly it will get all fixed. ഇപ്പോ വേറെ രസകരമായിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രൈവറ്റ് ഫേംസ്, ഇപ്പൊ ഈ സ്റ്റാക്ക്, ഇതിനാണ് ഇന്ത്യ സ്റ്റാക്ക് എന്ന് പറയുന്നത്. ഇന്ത്യ സ്റ്റാക്കില് ഇന്ത്യ സ്റ്റാക്ക് ആൻഡ് DPG, അതാണ് രണ്ട് ടേം. ഇന്ത്യ സ്റ്റാക്കിൽ അവർ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ സാധനങ്ങളെല്ലാം അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോൺസെപ്റ്റുകളാണ് DPG, ഡിജിറ്റൽ പബ്ലിക് ഗുഡ് എന്ന് പറഞ്ഞാൽ, റോഡ് ഇസ് എ പബ്ലിക് ഗുഡ്, റെയിൽവേ ഇസ് എ പബ്ലിക് ഗുഡ്. നമ്മുടെയൊക്കെ സ്വത്താണ് റെയിൽവേയും റോഡും. ഈ ഉണ്ടാക്കുന്ന ഈ ഡിജിറ്റൽ സാധനങ്ങളെല്ലാം ഗവൺമെന്റ് ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഗുഡ്. അപ്പൊ അവർ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറയാം, റോഡ് എന്ന് പറയാം, റോഡ് ഇടുക, നിനക്ക് വണ്ടി ഉണ്ടെങ്കിൽ നീ വണ്ടി ഓടിച്ചോളൂ. Maybe you have to pay a small tax. If you want to walk, you walk. That's free for you, right? Exactly the same way. So government is saying, I will give you Aadhaar identification. If you want to verify he is Mukundan, I will do it in a fraction of a second. The right data with the biometric, with iris, I will do it in a fraction of a second. Nobody can come and cheat and take money or anything, promise you anything. He's the right person you are talking to, right? അത്രമാത്രമേ ഞാൻ പറയുള്ളൂ, അതിൽ കൂടുതൽ ഒന്നും പറയില്ല. അവൻ നല്ലവനാണോ ചീത്തയാണോ, നീ പൈസ കൊടുക്കണോ കടം കൊടുക്കാവോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ എനി ഔട്ട്, റൈറ്റ്? ദാറ്റ് ഈസ് വെർ അക്കൗണ്ട് അഗ്രിഗേറ്റർ വിളിക്കാം. ഇപ്പൊ ബാങ്കുകാർ ചോദിക്കും, നിനക്ക് ക്രെഡിറ്റ് വർത്തിയാണോ നോക്കുമ്പോ, ഇഫ് ആൻഡ് അതെല്ലാം എന്റെ കയ്യിലാട്ടോ, ഓൾ കൺട്രോൾസ് ആർ വിത്ത് മീ ആസ് എ ഇൻഡിവിജ്വൽ. I can tell who can access what. I can block everything, saying nobody should have any access. ഇപ്പൊ ഞാൻ ലോൺ എടുക്കാൻ പോവാണെങ്കിൽ I can tell, okay, my Aadhaar enable ചെയ്തോളൂ, എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ട് enable ചെയ്തോളൂ, എന്റെ SBI അക്കൗണ്ട് അല്ല മ്യൂച്വൽ ഫണ്ട് മാത്രം enable ചെയ്തോളൂ, ബാക്കിയൊന്നും enable ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ലോൺ എടുക്കാൻ പോകുന്ന ബാങ്കിന് ഇത് മാത്രമേ കാണുള്ളൂ, വേറെ ഒന്നും കാണും. And they know that I have asset and I have all the history. Do I regularly pay my loan? Have I taken any loan earlier? Do I own any loan now? Every loan, right? So this is the digital public good and digital public infrastructure. DPI എന്ന് പറയും, ചിലപ്പോൾ DPG എന്ന് പറയും. ലോകത്ത് ഒരു രാജ്യത്തിനും they are not even anywhere near this concept or ideas. If this goes as per plan in the next 4 to 5 years, മിക്കവാറും ഗവൺമെന്റ് ഓഫീസിലെ കാര്യങ്ങളൊക്കെ will regular things like we are going to register a vehicle, we are going to take a loan, we are going to get a certificate, all these things will happen automatically. ഒരാളും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനും ഒരു രാഷ്ട്രീയക്കാരും ഇടപെടേണ്ട ആവശ്യമില്ല. 2016-17 CBSE results was uploaded to DigiLocker. You don't have to go to university website, you don't have to go to what you call newspaper. If you are a student, your roll number you know, your certificate is in your phone. It doesn't matter, you lose your phone, you can get another phone and get this, right? So we are far ahead of the world. So technically these are very strong foundations. I am quite excited about this. Will this all be growth? I believe so. It will do good growth, but we have to wait and see. Sorry, again long talk. ഒരു ഡൗട്ട് ഉണ്ട്. ആ എക്സലില് ഇൻവെസ്റ്റ്മെന്റ് 41 ഇയേഴ്സ് മുതൽ 55 ഇയേഴ്സ് വരെയല്ലേ കാണിച്ചത്? മീൻസ് ഇൻഷുറൻസിന്റെ കാണാം 41 മുതൽ 52 വരെ, കറക്റ്റ്? ദെൻ 55 ഇയേഴ്സ് മുതൽ റിട്ടേൺ കിട്ടുന്ന പോലെ. സോ അത് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ മീൻസ് ഐ ആം റിട്ടയറിംഗ് അറ്റ് 55, സോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, സോ ആ സമയത്ത് എന്റെ ഇൻവെസ്റ്റ്മെന്റ് സീറോ ആയിരിക്കില്ലേ? മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് സീറോ ആണ്. സോ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ എക്സൽ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോറി, എനിക്ക് മനസ്സിലായില്ല ക്വസ്റ്റ്യൻ എങ്ങനെയാണ്. ഇതിനകത്ത് നമ്മൾ പ്രീമിയം ആയിട്ട് കൊടുക്കുന്നത് ഒരു എമൗണ്ട് 41 ഇയേഴ്സ് മുതൽ 52 ഇയേഴ്സ് വരെ അല്ലെ? അപ്പൊ ആ എമൗണ്ടിൽ നമ്മൾ ടേം ഇൻഷുറൻസ് 30,000 എടുത്തു, റിമൈനിങ് എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു എന്നല്ലേ? സോ ശരിക്കും ഞാൻ പ്രീമിയം പേയ്മെന്റ് ചെയ്യുന്നത് അപ് ടു 52 ഇയേഴ്സ് ആണ്. സോ ഇൻവെസ്റ്റ്മെന്റും അത്ര തന്നെ വെച്ചിട്ട് റിമൈനിങ് ഇൻവെസ്റ്റ്മെന്റ് മീൻസ് ആഫ്റ്റർ 54 ഇയേഴ്സ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ഇൻവെസ്റ്റ്മെന്റ്, ഇവിടെ 13 ലക്ഷം കൈ കിട്ടുന്നുണ്ടല്ലോ, അതേ നമ്മൾ അത്രയും തിരിച്ചെടുക്കുകയാണ് ഇവിടെ ഓരോ വർഷവും. അത് ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കോളം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വീണ്ടും അഡീഷണലി ഇൻവെസ്റ്റ് ചെയ്യണമെന്ന്. അല്ല, ഇത്രയും പൈസ നമ്മൾ തിരിച്ചെടുക്കാം. ഇതിന് ഞാൻ ഈ 30,000 കുറച്ചത് ഇത്രേ കയ്യിൽ കിട്ടുള്ളൂ, ഈ 30,000 കുറച്ചിട്ടേ കയ്യിൽ കിട്ടുള്ളൂ. ഓക്കെ, അണ്ടർസ്റ്റുഡ്.
ഞാൻ വിചാരിച്ചു നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇല്ല, ഇത്രയേ ഉള്ളൂ. ഈ മഞ്ഞ കളർ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ, നമ്മൾ കളിപ്പിക്കുന്നൊന്നുമില്ല. 1 to 1. ശരി. ഓക്കെ. സോ നമുക്ക് റിട്ടേൺ കിട്ടുന്നത് ഇങ്ങനെയാണ്, നമ്മൾ മീൻസ് വിത്ഡ്രോ ചെയ്യുന്നത് അല്ലേ? അതെ. ഓക്കെ. ശരി. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. സോറി, അപ്പൊ കോളം ഇയിൽ കാണുന്നത് ഇപ്പം ഡെറ്റ് അല്ലെങ്കിൽ ബാലൻസ്ഡ് ഫണ്ട് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടിന്റെ കാൽക്കുലേഷൻസിൽ കോളം ഇയിൽ കാണുന്ന 1.2 മില്യൺ അത് കുറയ്ക്കുന്നുണ്ടോ, അതായത് എടുക്കുന്നുണ്ടോ? അതാണോ? ഇത് വളരെ സിമ്പിൾ ആണ്. ഈ വർഷം നമ്മൾ 10,15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ് ഇയർ. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. F3 നോക്കുമ്പോൾ ഈ കോളത്തില് നമ്മൾ അത് 7% ഇൻട്രസ്റ്റിൽ ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ 7% ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുന്നു. അല്ല, ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ക്വസ്റ്റ്യൻ 54+ ഏജ് സമയത്താണ്. അപ്പം അവിടെ ഇവിടെ F14 + E14. ഇപ്പൊ ഇതാണ് F14, ഇതിന്റെ കൂടെ ഇത് കൂട്ടി, ഇത് മൈനസ് ആയതുകൊണ്ട് ഇത്രയും കുറയും. എന്നിട്ട് ഇതും കൂടെ അത്രേ ഉള്ളൂ. അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്തു. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് റോയിലേക്ക് ഒന്ന് പോവാ, ഈ 16ലേക്ക് ഒന്ന് പോവാ, F16ലേക്ക് ഒന്ന് പോവാ. F16 F15 + E15. അപ്പൊ E15 കുറച്ചു, അതിലൂടെ ഇൻട്രസ്റ്റ്. അപ്പൊ അസംഷൻ എന്താന്ന് വെച്ചാൽ മറ്റേ 1.288 അത് നമ്മളത് റീകവർ ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഫണ്ട്. ആക്ച്വലി നമ്മൾ 1.28 + 30 കൂടെ എടുക്കുന്നു. കാരണം നമ്മൾ 30 ഞാൻ ഇവിടെ കുറച്ചത് കാരണം ഇതിവിടെ ഇടുകയാണല്ലോ. ഓക്കെ, ശരി, താങ്ക് യു. പക്ഷെ ഇതിനകത്ത് ഒരു ഡിഫറൻസ് ഇല്ലേ? ഇൻ ദ ഫസ്റ്റ് കേസ് വി ആർ ഇൻവെസ്റ്റിംഗ് ഓർ പേയിങ് ദ പ്രീമിയം എവറി ഇയർ ടിൽ 13 years or 11 years. But here the entire amount is investing in the first instance itself. ഇല്ല. നമ്മൾ പേ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. സെയിം എമൗണ്ട് തന്നെയാണ്. അതിൽ 30,000 രൂപ നമ്മൾ ഇൻഷുറൻസിന് കൊടുക്കുന്നു, ബാക്കിയുള്ള പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ക്ലിയർ ആണ്. ഞാൻ ആ ഇൻവെസ്റ്റ്മെന്റ് അവിടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അത് കാണാത്തതുകൊണ്ട് ഞാനത് വിചാരിച്ചു നമ്മൾ കണ്ടിന്യൂ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവിടെ ഇൻഷുറൻസിന്റെ കേസിൽ റിട്ടേൺ ബാക്ക് എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പൊ ക്ലിയർ ആണ്. അതായത് ഒരു സംശയം, വളരെ സിമ്പിൾ ആണ്. നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ശ്രീനിവാസന്റെ സംശയം ഉണ്ടായിരുന്നത്, അതായത് 12,88,000 രൂപ എല്ലാ കൊല്ലവും നമ്മൾ കിട്ടുന്നതാണോ? ഡെപ്റ്റിലും BF-ലും ഇൻഡെക്സിലും ഇട്ടിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണോ കാണിച്ചിട്ടുള്ളത്? ഈ 12,88,000. സോ ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഇവിടെ തന്നെ പറയാം. ഈ 10,15,000 പറഞ്ഞാൽ 10,45,000 രൂപ ഇൻഷുറൻസ് കൊടുക്കുന്നവരെ നമ്മൾ 30,000 രൂപ ഇൻഷുറൻസ് കൊടുത്ത് ബാക്കിയുള്ള പൈസ കൊണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് കൊണ്ട് ഇട്ടു. മ്യൂച്വൽ ഫണ്ട് എന്ന് വെക്കാം. അതേ കാര്യം അടുത്ത വർഷവും ചെയ്തു. കാരണം ഇവിടെ നമ്മൾ കൊടുക്കുന്ന പൈസ കുറഞ്ഞു, 10,22,500 ആയി. അതിന് 30,000 കുറച്ചു, 9,92,500. അത് നമ്മൾ ഇങ്ങനെ 52 വയസ്സ് വരെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു വർഷത്തേക്ക് ഇവർ ഒന്നുമില്ല, ഒരു കൂൾ ഓഫ് പീരീഡ് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം ഇവർ 13,12,100 രൂപ അവർ നമുക്ക് തിരിച്ചു തരികയാണ്. They are giving us back. തന്നെയാണ് ഇവിടെയും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മൾ 30,000 രൂപ കൊടുക്കേണ്ടത് കൊണ്ട് എനിക്ക് മൈനസ് ക്യാഷ് ഫ്ലോ ഇത്രയും എന്താ പറയാ എന്റെ കയ്യിൽ നിന്ന് പോകും. ഇതിപ്പോ ഞാൻ പോസിറ്റീവ്, നമ്മൾ ഇടുന്നത് ഞാൻ പോസിറ്റീവ് ഇട്ടത് കൊണ്ട് കയ്യിൽ കിട്ടുന്നത് ഞാൻ നെഗറ്റീവ് ആക്കി. അത്രേ ഉള്ളൂ. ഈ എമൗണ്ടും ഈ എമൗണ്ടും കൂട്ടിയാൽ ഈ എമൗണ്ട് ആവും. സോ ദിസ് എമൗണ്ട് ഈസ് അഡീഷൻ ഓഫ് ദീസ് ടു എമൗണ്ട്സ്. കോളം C is addition of column D and E. ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മള് അതല്ല മൂന്നേട്ടാ, അതായത് ആ ഒരു കോളം ഇയിൽ കുഴപ്പമില്ല, മനസ്സിലായി. ചോദ്യം എന്ന് വെച്ചാൽ കോളം FGHല് ഇപ്പൊ ഈ പൈസ നമുക്ക് ഈ 12 ലക്ഷം രൂപ എല്ലാ കൊല്ലവും കിട്ടേണ്ട ഇൻവെസ്റ്റ്മെന്റിൽ പറഞ്ഞല്ലോ, ആ ഒരു കൺസിഡറേഷൻ നമ്മൾ ഇവിടെ ഡെപ്റ്റിലും BF ഇൻഡെക്സിലും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഉണ്ട്. സോ ഇപ്പൊ ഇവിടുത്തെ ഫോർമുല നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഫോർമുല കാണുന്നുണ്ടോ? ഞാൻ ഫോർമുല ഈ ഫോർമുല, അതായത് ഈ സെല്ല്
F18 ഫോർമുല F17 കൂടെ E17 കൂട്ടി, അതായത് ഇത്രയും എമൗണ്ട് കുറച്ചു, അത്ര എമൗണ്ട് മാറ്റി, അത് നമ്മൾ കയ്യിലെടുത്തു. എന്നിട്ട് അതിന്റെ ബാക്കിയിലാണ് ഇൻട്രസ്റ്റ് 7%, 7% ഇൻട്രസ്റ്റ്. അത് നമ്മുടെ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പൊ ഓരോ കൊല്ലവും ഇൻഷുറൻസിന്റെ ഒരു എന്താ പറയുക കാച്ചി പോയിന്റ് കമ്മിറ്റഡ് ആയിട്ട് നമുക്ക് ഇത്ര കാശ് കിട്ടുന്നുള്ള അവർ പറയുന്നത്. അപ്പൊ ആ ക്യാഷ് ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്തു, നമുക്ക് അത്രയും കാശ് കയ്യിൽ വരും. അതായത് നമ്മൾക്ക് ഇത്രയും ഈ കാണുന്ന കോളം ഇയിൽ കാണുന്ന റിട്ടേൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ റിമൈനിങ് എമൗണ്ടിൽ കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസുകാർ നമ്മൾ ശരിക്കും ഇതിലൊക്കെ പോയി എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പിഴിയാനർത്ഥം. അവർക്ക് അറിയില്ല കേട്ടോ, അത് 99% ആളുകൾക്ക് അറിയില്ല. ഈ കമ്പനികൾ ഈ കോളം FGH കാണിക്കുന്ന ഈ അഡീഷണൽ ഇൻകം മുഴുവൻ കമ്പനികൾക്കാണ് പോകുന്നത്. നമ്മുടെ ഹാർഡ് ഏൺ മണി അത്രയേ ഉള്ളൂ. അല്ല, ഈ കമ്പനികൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഇൻഷുറൻസുകാർ വാങ്ങിയിട്ട് അവർ ഇൻഡെക്സ് ഫണ്ടിലാണോ BAF-ലാണോ എവിടെയായിരുന്നത് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതെ, ഹോൾഡ്. സോ നമ്മളൊരു കുറ്റം പറയാനും പറ്റില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു സുനാമി വന്ന് 2 കോടി ജനങ്ങൾ മരിച്ചുപോയി എന്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ഓൾസോ ഹാസ് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻ ഓൺ വേർ എ ഇൻഷുറൻസ് കമ്പനി ക്യാൻ ഇൻവെസ്റ്റ്. എന്റെ അറിവിൽ ഒരു ഇൻഷുറൻസ് കമ്പനി 35% കൂടുതൽ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ റെസ്ട്രിക്ഷൻ. അതേപോലെ അവർക്ക് എത്ര 30-40% ഗവൺമെന്റ് ബോണ്ട് നിർബന്ധമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തേ പറ്റൂ. Right? So അവരുടെ കയ്യും കാലും ഒക്കെ കുറെ കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഫോർ ഗുഡ് റീസൺസ്, ഇറ്റ്സ് നോട്ട് ഫോർ ബാഡ് റീസൺസ്, ഫോർ ഗുഡ് റീസൺ. കാരണം ഇൻഷുറൻസ് ഈസ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ്. പക്ഷേ പ്രോബ്ലം ഈസ് ദ ഇൻസെന്റീവ്സ്. ഇപ്പൊ ഈ ഒരു ഏജന്റിനോ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് മാനേജറുടെയോ മേജർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സം അഷ്യൂർഡ് ആണ് നീ ചെയ്തത്, എത്ര പ്രീമിയം ആണ് നീ കളക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദെയർ ടാർഗറ്റ്. നൗ വാട്ട് ഹാപ്പൻസ്, ഞാൻ ടേം പ്ലാൻ എടുത്താൽ ഇവിടെ 10,40,000 രൂപ കൊടുക്കുന്നതിന് പകരം 30,000 രൂപ കൊടുക്കുന്നുള്ളൂ. ഈ 10,40,000 രൂപയുടെ ഏകദേശം ഫസ്റ്റ് നമ്മുടെ പേയ്മെന്റിന്റെ ഏകദേശം 20% നമുക്ക് വിറ്റ ആളുടെ കയ്യിലാണ് പോകുന്നത്. 2 ലക്ഷം രൂപ ഏകദേശം നമുക്ക് വിറ്റ ഏജന്റിന്റെ കയ്യിൽ കിട്ടും. So what is the incentive for him to sell you a term plan? Term plan is the best for you. He has no incentive to sell. ഇതാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ദ ബിഗസ്റ്റ് പ്രോബ്ലം. പിന്നെ അവരിവിടെ വേറെ ബാങ്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ട്. ഈ എമൗണ്ട് മുഴുവൻ ടാക്സ് ഫ്രീ ആണ്. ഗവൺമെന്റ് കഴിഞ്ഞ പോലെ ഇക്കൊല്ലം കൊണ്ട് ഓൾമോസ്റ്റ് ആ ലൂപ്പ് ഹോൾ അടച്ചു. ഇക്കൊല്ലം കൊണ്ട് 5 ലക്ഷത്തിൽ കൂടുതൽ പ്രീമിയം ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ്ലി ടാക്സബിൾ ആക്കി. കഴിഞ്ഞ പോലെ 2.5 ലക്ഷത്തിൽ കൂടുതൽ എന്തെങ്കിലും യൂലിപ്പിൽ കൊണ്ടുവരും. ഇത് മണി ബാക്ക് പോലത്തെ പരിപാടിയല്ല. യൂലിപ്പ് എന്ന് പറഞ്ഞാൽ നേരെ സ്റ്റോക്ക് മാർക്കറ്റ് ഇടുന്നതാണെങ്കിൽ അത് 2.5 കൂടുതലാണെങ്കിൽ അതും ടാക്സബിൾ ആണ്. സോ ആ വഴിയൊക്കെ തൽക്കാലം അടച്ചിട്ടുണ്ട്. പക്ഷെ ഐ ആം പ്രെറ്റി ഷുവർ ഇൻഷുറൻസ് കമ്പനീസ് വിൽ കം വിത്ത് another product which will circumvent all these things another few months. So go ahead. Sorry, ഈ ഒരു എക്സാമ്പിൾ ഒരു പോസിബിലിറ്റി, ഒരു ഡിസൈറബിൾ എക്സാമ്പിൾ അല്ല. പക്ഷെ നമ്മൾ വേഗം മരിച്ചു പോവാണെങ്കിൽ മേ ബി ദ പെർസെന്റേജ് ഓഫ് റിട്ടേൺ ഈസ് ഹൈ അല്ലേ? See, anyway you will get your sum assured. രണ്ട് സ്ഥലത്ത്. ഓക്കെ, ബട്ട് പക്ഷെ നമ്മളിപ്പം ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിനാരിയോ അല്ലേ, ഇപ്പം സേ അറ്റ് ദി ഏജ് ഓഫ് 40, ഈ എക്സാമ്പിൾ 45 ഇയേഴ്സിൽ ഇയാൾ മരിക്കുകയാണെങ്കിൽ എത്രയോ ക്രോർസ്, അവസാനം പറഞ്ഞ ക്രോർസ് എന്ന് പറയുന്നത് ഇപ്പോഴേ കിട്ടില്ല, 45th ഏജിൽ തന്നെ കിട്ടില്ല. അപ്പം in terms of you don't get any of these things. You will get that 1.2 crore. അതാണ് sum assured. ഈ sorry 1.2 1.2 എവിടെ sum assured 1.14 crore. That is what ഏറ്റവും താഴെ ആ ഒരു എമൗണ്ട് ഒന്നും അവിടെ ടേം പ്രീമിയത്തിൽ കിട്ടില്ലേ? ടേം ഇൻഷുറൻസ് കിട്ടുമല്ലോ. ടേമിലും കിട്ടും. അത് ടേമിലും കിട്ടും.
ബട്ട് ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. അത് അത്ര എന്താ പറയാ, ഓരോ ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഞാൻ 2 മിനിറ്റ് എടുത്ത് കാണിച്ചു തരാം. നോക്കട്ടെ. I can find it in a minute. I will show you. Otherwise, what is സമയം ഇതുകൊണ്ട് ഇതൊരു കസ്റ്റമറിന് കിട്ടിയ പ്രപ്പോസൽസ് ആണ്. അത് തന്നെ സമ്മറൈസ് ഉണ്ട്. ഇതാണ് ഞാൻ സമ്മറൈസ് ചെയ്തത്. അപ്പൊ ആ ചോദ്യത്തിൽ കാര്യമുണ്ട്. ഓരോ ടൈം പീരീഡ് ആവുമ്പോൾ ദ റിട്ടേൺസ് വിൽ ബി വെരി ഡിഫറെന്റ്. ഇപ്പൊ 52, 53, 54, 55 ഇങ്ങനെയൊക്കെ ഇത് സെയിം അല്ല കേട്ടോ. ഇത് രണ്ടും കുറച്ച് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് പ്രപ്പോസൽസ് ആണ്, സെയിം അല്ല. പക്ഷെ ദാറ്റ് ക്വസ്റ്റ്യൻ ഹാസ് വാലിഡിറ്റി ബിക്കോസ് ഓരോ വർഷം കഴിയുമ്പോഴും അത് കിട്ടുന്ന റിട്ടേൺസ് വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ബട്ട് വെൻ ദ ലോങ്ങർ ദ ടൈം മീൻസ് ഇറ്റ് വിൽ സിഗ്നിഫിക്കന്റ്ലി റെഡ്യൂസ്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ 4.2 തുടങ്ങുന്നു, 5.1 വരെ പോകുന്നുണ്ട്, പിന്നെ ഇറ്റ് സ്റ്റാർട്ട്സ് റെഡ്യൂസ്. ഹലോ, മുകുന്ദൻ, എന്റെ പേര് മൂന്നാണ്. ഒരു ഡൗട്ട് ടാക്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇതില് നമുക്ക് ഈ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന റിട്ടേണിന് ടാക്സ് എക്സംഷൻ ഉള്ളതല്ലേ? പക്ഷെ നമുക്ക് ഈ എക്വിറ്റിയിലാണെങ്കിൽ ആ ടാക്സ് എക്സംഷൻ ഇല്ലല്ലോ. അപ്പൊ അവിടെ ഒരു സോ ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത്, ഇവിടെ ഞാൻ ചെയ്തിട്ടില്ല. ടാക്സ് എന്ന് പറഞ്ഞാൽ ഐ വിൽ ഗിവ് യു വെരി റഫ് എസ്റ്റിമേറ്റ്. ഇതിന്റെ ഈ കിട്ടുന്ന നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെയും കിട്ടുന്ന എമൗണ്ടിന്റെ ഏകദേശം ഒരു 5% ടാക്സ് ആയിട്ട് വരുന്നു, വിച്ച് വിൽ ബി എ ഇൻസിഗ്നിഫിക്കന്റ് നമ്പർ. ഇതിലൊക്കെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. നമ്മൾ ടാക്സ് കൊടുക്കുന്ന പോലെ ഓരോ വർഷവും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് ഈസ്, ഈ വർഷത്തെ ഇൻഫ്ലേഷൻ തൊട്ട് ഈ 2022 ഇൻഫ്ലേഷൻ തൊട്ട് 2064 വരെയുള്ള ഇൻഫ്ലേഷനും ഓരോ വർഷവും ഗവൺമെന്റ് ഒരു ഡാറ്റ, ഒരു നമ്പർ ഇൻഡെക്സ് തരും. ആ ഇൻഡെക്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് 2010 ഇൻവെസ്റ്റ് ചെയ്തു, അന്ന് ഒരു ഇൻഡെക്സ് നമ്പർ തന്നു, 110 തന്നു. നമ്മളിത് 2023 എടുത്തു, അന്ന് അതിന്റെ നമ്പർ 250 അതിന്റെ. അപ്പൊ നമുക്ക് ഇത് രണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2.5 കിട്ടും. സോറി 2.27 2.27 കിട്ടും. അപ്പൊ നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്, ഫോർ എക്സാമ്പിൾ നമ്മൾ 10 ലക്ഷം രൂപ ഇട്ടു, നമുക്കിപ്പോ 30 ലക്ഷം കിട്ടി. ഒറിജിനൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ ഈ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 lakh ഇൻറ്റു അപ്പൊ നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് തന്നെ 22 lakhs ആയിട്ടാണ് കണക്ക് ഇതിന് വേണ്ടിയിട്ട് ഫോർ ടാക്സേഷൻ പർപ്പസിന് എടുക്കുക. അതിന്റെയും 20% ഉള്ളൂ. അപ്പോ ദാറ്റ് വിൽ ബി ഇൻസിഗ്നിഫിക്കന്റ് നമ്പർ ഫൈനലി. താങ്ക് യു. ഒന്നുകൂടി പറയോ? സോ ഇത് കുറച്ച് കുറച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഒരു മിനിറ്റ്. Cannot start sharing while the other participants sharing. Start sharing. Okay. Share screen. ഒരു ബ്ലാക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? ഡെസ്ക്ടോപ്പ് കാണുന്നുണ്ട്. ഓക്കെ. എവിടെയത്? ഓക്കെ. ഇപ്പൊ നമ്മള് FD ഇടാന്ന് വെച്ചോളൂ. 2010 അല്ലെ 2010 വേണ്ട, 2022 16 എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടോ നമുക്ക്? ഷെയർ കാണുന്നില്ല, സോറി, ഒരു മിനിറ്റ്.
Stop sharing. Stop. Share contents. Screen photo. Screen. എഴുതട്ടെ 16 കാണുന്നില്ല അല്ലെ, ഒന്നും ഭയങ്കര സ്ലോ ആണ് തോന്നുന്നു. നോട്ട്സിൽ ഒരു പച്ച വര കാണുന്നുണ്ട്. അതെ അതെ, എനിക്ക് മനസ്സിലായി, അത് വരുന്നില്ല. സോ ഐ വിൽ കം ബാക്ക് ടു, കാരണം അത് ഇതിൽ കാണിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നടക്കുന്നില്ല. ഇവിടെ നോക്കട്ടെ. പിന്നെ എക്സല് കാണുന്നുണ്ടോ എന്ന് പറയും. കാണുന്നുണ്ട്. 2022 ഞാന് 16 കഴിഞ്ഞ കൊല്ലം ഇതേ ഡേറ്റില് ഞാന് ഇതേ ഡേറ്റിൽ ഞാന് 1 ലക്ഷം രൂപ ഇട്ടു, 8% ഇൻട്രസ്റ്റ്. സോ ഐ ഗോട്ട് ദിസ് ഇൻടു 1.08. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് 8000 രൂപ. 8000 രൂപ കിട്ടി. ഓക്കെ, ഫോർ സിംപ്ലിസിറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാം. ഐ ഡിഡ് ഇറ്റ് ഓൺ 1st of April. ഫിനാൻഷ്യൽ ഇയറിന് അങ്ങനെ വെക്കാം. സോ ദാറ്റ് ഈസ് ഈസിയർ. അല്ലെങ്കിൽ 2 ഫിനാൻഷ്യൽ ഇയറിൽ അപ്പോർഷൻ ചെയ്യേണ്ടി വരും. അത്രയും 31st March 23. ഇപ്പൊ 8000 രൂപ എനിക്ക് എന്താ പറയാ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പൊ ഇതിനെ ഗവൺമെന്റ് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ 8000 രൂപ എടുത്ത് എന്റെ ടാക്സബിൾ സാലറിയുടെ കൂടെ കൂട്ടും. ആഡ് 8000 ടു മൈ ടാക്സബിൾ സാലറി. ഒരു എക്സംഷൻ ഉണ്ട്. ഫസ്റ്റ് 10,000 ഈസ് എക്സംപ്റ്റഡ്, ബട്ട് പൊതുവെ FD ഇടുന്നവർക്കൊക്കെ അതിൽ കൊടുക്കും. അപ്പൊ ഇതിന്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ നമ്മള് 5%, 20%, 5%, 20%, 30% ഏത് ടാക്സ് ബ്രാക്കറ്റിലാണോ അത്രയും നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഈ 8%. സോ ചുരുക്കം പറഞ്ഞാൽ ടാക്സ് ടാക്സ് അടയ്ക്കാത്ത ഒരാൾക്ക് 8000 രൂപ ഇൻട്രസ്റ്റ് കിട്ടും. 5% ടാക്സ് ബ്രാക്കറ്റ് ഉള്ളവർക്ക് 7600 രൂപ കിട്ടും. 20% ടാക്സ് ബ്രാക്കറ്റ് ഉള്ള ആൾക്ക് 6400 രൂപ കിട്ടുള്ളൂ. അതിന് മുകളിലത്തെ 30% ടാക്സ് ബ്രാക്കറ്റ് ഉള്ള ആൾക്ക് 5600 രൂപ കിട്ടുള്ളൂ. ചുരുക്കം വളരെ സിമ്പിൾ ടേംസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് only this much. എത്രയും higher the tax bracket you are getting a lesser 6.4 വരേണ്ടതാണ്. Okay. So higher the tax bracket you are getting lesser returns. അതായത് 0% ടാക്സബിൾ ആയിട്ടുള്ളവൻ ഫുള്ള് 8% കിട്ടും. 5%, 2,50,000 5 ലക്ഷം വരെയുള്ളവരാണെങ്കിൽ 7.6 കിട്ടും. അതിന്റെ മുകളിലാണെങ്കിൽ 6.4, 5.6. You are getting around more than 10 lakh. As per old tax slab, you will get 5.6%, right? ഇതില് problem number 1 is what I. Problem number 2 is 70-80% ഇന്ത്യയില് FDs get reinvested. അപ്പൊ എന്ത് പറ്റും?
അടുത്ത കൊല്ലം സ്റ്റോറി ഈസ് ഫസ്റ്റ് ഡിസാസ്റ്റർ. സോ ഇത് ബിക്കംസ് you entered a few arguments. Oh, sorry, comma. So അടുത്ത കൊല്ലം ഞാൻ 30% ടാക്സ് ബ്രാക്കറ്റിലാണെങ്കിൽ ഐ എം ആക്ച്വലി നോട്ട് സ്റ്റാർട്ടിംഗ് അറ്റ് 1,08,000. I am starting at 1,05,600. അടുത്ത വർഷം എനിക്ക് ഗവൺമെന്റ് 8% ബാങ്ക് തന്നാലും ഐ ഓൺലി ഗെറ്റ് 8,400 മൈനസ് 30% അഗൈൻ. മനസ്സിലായത്? മനസ്സിലായി. സോ ഓരോ വർഷവും ഗവൺമെന്റ് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നത് കൊണ്ട് കോമ്പൗണ്ടിംഗ് എന്ന് പറയുന്ന കാര്യം വിൽ സിഗ്നിഫിക്കന്റ്ലി ഗെറ്റ് ഇമ്പാക്ട്. അതായത് 30-40 കൊല്ലമൊക്കെ ആകുമ്പോൾ ഈ കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട്. മ്യൂച്വൽ ഫണ്ടിലെ ടാക്സേഷൻ ഇങ്ങനെയല്ല. മ്യൂച്വൽ ഫണ്ടിലെ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കൊല്ലം ഇടുന്നു, ഫസ്റ്റ് ജാൻ 2000 തുടങ്ങി, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, കുറെ കാലം ഇടുന്നു. സോ ഞാൻ അങ്ങനെ കുറെ കാലം ഇടുന്നു. ഇപ്പൊ എത്ര 36 വരെ പോയി. ഇപ്പൊ എല്ലാം അസ്യൂം ഐ എം ഡൂയിങ് ജസ്റ്റ് 1,000 rupees ടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെയാണ് തിരിച്ചെടുക്കുന്നത്. സോ ഐ എം ടേക്കിംഗ് 10 lakhs അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ആയിരുന്നു. അല്ല 1 ലക്ഷം അതിൽ കൂടുതലാണോ? 10 lakhs ആയിരിക്കാം. ഇതുവരെ until I take my money out, there is no tax at all. So in summary, ഞാൻ അവിടെ ഗവൺമെന്റിന് ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരുന്ന ടാക്സ് ഈസ് ആക്ച്വലി വർക്കിംഗ് ഫോർ മീ ഹിയർ. ഇറ്റ് ഇസ് മൾട്ടിപ്ലൈങ് ഫോർ മീ എവറി ഇയർ ടിൽ ദ ലാസ്റ്റ് ഇയർ. അത് ക്ലിയർ ആയോ? ക്ലിയർ ആയി. പക്ഷെ അപ്പോഴും നമുക്ക് FD ലോങ് ടേം FD ഉണ്ടല്ലോ, 5 years ടാക്സ് ഫ്രീ. അതുപോലെ ടാക്സ് ഫ്രീ FD അല്ലാതെ വേറെ ഏത് FD ഇട്ടാലും 31-ാം തീയതി TDS എടുക്കും. അത് മാത്രമല്ല, ഒരു TDS 10% എടുക്കുള്ളൂ. നമ്മൾ വി ആർ സപ്പോസ് ടു പ്രൊആക്റ്റീവ്ലി ഗോ ആൻഡ് പേ ദ റിമൈനിങ് നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ. പക്ഷെ ടാക്സ് ഫ്രീ FD ഇട്ടാലും ഇല്ല. കറക്റ്റ്. നൗ ഇപ്പൊ ഇതില് എങ്ങനെ ടാക്സേഷൻ വരിക എന്ന് പറഞ്ഞാൽ, ഗവൺമെന്റിന്റെ എല്ലാ വർഷത്തേക്കും ഇൻഫ്ലേഷനെ വെച്ചിട്ട് ഒരു ഇൻഡെക്സ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് തുടങ്ങിയെന്ന് വെച്ചു 100 എന്ന് വെച്ചു. നമുക്കൊരു സിമ്പിൾ കോൺസെപ്റ്റ് എടുക്കാം. 7% ഇന്ത്യൻ ഇൻഫ്ലേഷൻ. ഇവർ ഇൻഡെക്സേഷൻ എത്ര ചെയ്യുമോ അതിന്റെ 75% തരും. അപ്പൊ 100 into 1.07 into 0.75, അതായത് 7ന്റെ 75%. അപ്പൊ ഒരു ഏകദേശം 5% വരുമായിരിക്കും. 80 അല്ലല്ലോ, 0.07. Okay, it's complicated. So 7% inflation, അതിന്റെ 75% എന്ന് പറഞ്ഞാൽ ഇത് this into this, ഏകദേശം 5% ഗവൺമെന്റ് ഏകദേശം ടാക്സ്. ഇന്നത്തെ നിലമ ഇത് എല്ലാ വർഷം ചേഞ്ച് ആവും. സോ ഇറ്റ്സ് നോട്ട് എ കോൺസ്റ്റന്റ്, ഇറ്റ് വിൽ കീപ് ചേഞ്ചിങ് എവറി ഇയർ. അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടാം? ഇത് ഇൻറ്റു 1.5 പ്ലസ് ഇത്, അതായിരിക്കും അടുത്ത വർഷത്തെ ഇൻഡെക്സ്. അതായത് 105.25. ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണല്ലോ. ഓരോ വർഷം കഴിയുമ്പോഴും ഈ ഇൻഡെക്സേഷന്റെ വാല്യൂ ഇങ്ങനെ കൂടി
ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ഈ 7% കണ്ടിന്യൂ ചെയ്യുന്നു വിചാരിക്കുക. അത് കുറഞ്ഞു വെച്ചാൽ നല്ല തന്നെ, കൂടിയാലും ഈ ഇൻഡെക്സേഷന്റെ വാല്യൂ അതിന്റെ കൂടെ കൂടും. അപ്പൊ ഞാൻ ഈ വർഷം ഇത് കൊടുക്കുകയാണ്, എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപയാണ് ഞാൻ വാങ്ങിക്കുന്നു പറഞ്ഞാൽ, ഞാനിപ്പോ ആദ്യത്തെ വർഷം ഇട്ടതും അതിപ്പോ നമ്മൾ ഇതിലെങ്ങനെ കണക്കാന്ന് പറഞ്ഞാൽ, ഞാൻ 1000 രൂപ ഇട്ടപ്പോ സ്വർണം വാങ്ങിക്കുന്നവരാണ്. അപ്പൊ 1000 രൂപ ഇട്ടപ്പോ എനിക്ക് 10 യൂണിറ്റ് കിട്ടി. പൊതുവെ വില കൂടും. അപ്പോ അടുത്ത പ്രാവശ്യം 1000 രൂപ ഇടുമ്പോൾ ചിലപ്പോൾ 50 ഒക്കെ കിട്ടുള്ളൂ. അതിനടുത്ത പ്രാവശ്യം 8, ചിലപ്പോൾ 7 അങ്ങനെയൊക്കെ കിട്ടും. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മൾ ഞാനിപ്പോ ഇവിടെ അസ്യൂം സംതിങ് എളുപ്പത്തിന് -0.5 മൈനസ് ആയിലേക്ക് പോകാം. സിംപ്ലിഫൈ ചെയ്യാണ് ഞാൻ കണക്ക് കാണിക്കാൻ വേണ്ടി മാത്രം. എന്നിട്ടും മൈനസ് ആയി. അപ്പൊ ഓരോ വർഷം നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കുന്ന പോലെ ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോഴും ആ യൂണിറ്റ് കുറയും, കാരണം ആ യൂണിറ്റിന്റെ വില കൂടുകയാണ്. ബിക്കോസ് ഇറ്റ്സ് ബിക്കമിങ് മോർ വാല്യൂ. അപ്പൊ ഈ അവസാനം ഞാൻ വിൽക്കുമ്പോൾ മൊത്തം എൻ്റെ അടുത്ത് എത്ര യൂണിറ്റ് ഉണ്ട്? 152 യൂണിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ 10 യൂണിറ്റ് ഞാൻ വാങ്ങിച്ചത് 100 രൂപയ്ക്കാണ്. അതിന്റെ വില അന്ന് 1000 രൂപ ആയിരുന്നെങ്കിലും വിൽക്കുന്ന അന്ന് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 631 ആയതുകൊണ്ട് ഐ ക്യാൻ മൾട്ടിപ്ലൈ ദാറ്റ് ബൈ 631 by this. അപ്പൊ അന്ന് ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ടാക്സേഷൻ പർപ്പസിന് ഞാൻ വാങ്ങിച്ച വില 6310 രൂപയാണ്. ഇന്ന് ഞാനിപ്പോ വിൽക്കുമ്പോ 10 യൂണിറ്റ് ഞാൻ വിറ്റു 63.1. ഇത് ഓക്കെ, ഇത് 100 ആയതുകൊണ്ടാണ്. ഇന്ന് ആക്ച്വലി ഞാൻ ഇന്നിപ്പോ ഞാൻ വിൽക്കുമ്പോ എനിക്ക് 0 ടാക്സ് ആണ് ഈ ആദ്യം വാങ്ങിച്ചതിന്. അടുത്തതിന് ചെറിയൊരു ടാക്സ് വരും. അപ്പൊ ഈ ഡിഫറൻസ് എല്ലാം കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ഇതില് ഐ ക്യാൻ ഡു ഇറ്റ് ഹിയർ ഇറ്റ്സെൽഫ്. സോ ലെറ്റ് മീ ഡു ദിസ് ഹിയർ. ഈക്വൽ ടു ഇത്, സോറി, ഇത് ബൈ ഇത് ഫിക്സ് ചെയ്യാം. ഇതാണ് ഇൻഡെക്സേഷൻ ഇൻഡെക്സ്. ഇപ്പൊ ഇതിന് ഞാൻ 1000 ഇൻറ്റു ദിസ് ചെയ്താൽ അതിന്റെ ബൈ പ്രൈസ്. അപ്പൊ ഞാൻ മൊത്തം എന്റെ ബൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ശരിക്കും ഞാൻ എന്റെ ബൈ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂട്ടുന്നു. എത്രയുള്ളത്? 1 ലക്ഷം. ഇതിന്റെ ബൈ എത്രയുള്ളൂ? 36,000. പക്ഷെ ഗവൺമെന്റ് എന്നെ സമ്മതിക്കുന്നത് എത്രയാണ്? 36,000 രൂപയ്ക്ക് നിന്ന് അതിന്റെ മുകളിൽ വരുന്ന ഇത്രയും എമൗണ്ട്, അതായത് ഏകദേശം 64,000 70,000 രൂപ ഗവൺമെന്റ് അഡീഷണൽ ടാക്സ് ഫ്രീ ആയിട്ട് തരികയാണ്. ഒറിജിനലാണെങ്കിൽ ഞാൻ ഇതിന്റെ 30% കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇതിന്ന് ഇത് മൈനസ് ചെയ്തിട്ട് ഈ അവസാനം കയ്യിൽ കിട്ടിയ പൈസയിൽ നിന്ന് ഈ പൈസ മൈനസ് ചെയ്തിട്ട് അതിന് കൊടുക്കാം. അങ്ങനെയാണ് ടാക്സ് ചെയ്യാം. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ആദ്യം മനസ്സിലാവാൻ അത്ര എളുപ്പമല്ല. ഇത് വേണമെങ്കിൽ വേറൊരു ക്ലാസ്സിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ മറ്റു നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എത്ര ടാക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് മൈനസ് ഇത് സാധാരണ FD യിലൊക്കെ കൊടുക്കുന്നത് ഇൻറ്റു 0.3, ഇത് ഇൻറ്റു 30% ഞാൻ വിചാരിക്കുന്നു. അസ്യൂം നമ്മൾ 30% ബ്രാക്കറ്റ്. സോ ഇൻറ്റു 0.3, അത് ഏകദേശം 2.9 lakhs, ഇത് 1.7 lakhs. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 2/3 ടാക്സ് കുറയും. അല്ല, 1/3 ടാക്സ് കുറയും, 2/3. പക്ഷെ ഇത് ഞാൻ ഉണ്ടാക്കിയ നമ്പറാണ്. ദിസ് മേ നോട്ട് ബി റൈറ്റ്. ഇറ്റ്സ് ഓൾ ഫിക്ടീഷ്യസ് നമ്പേഴ്സ്. കാൽക്കുലേഷന് വേണ്ടി മാത്രം കാണിച്ചത്. ഓവർ കോംപ്ലിക്കേറ്റ് ആയ അടുത്ത ക്ലാസ്സിൽ തുടരാതെ തോന്നണം. അതെ അതെ, സമയമായി.
അടുത്ത ആഴ്ച വേണം. അടുത്ത ആഴ്ച നമ്മള് ഇല്ല എന്നാ പറഞ്ഞത്. നമുക്ക് വേണേ അടുത്ത ആഴ്ച വിട്ട് അടുത്ത ആഴ്ച വേണം. അല്ല ഒരു കാര്യം, ഇപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ക്ലാരിറ്റി വരുത്താം നമുക്ക് നമ്മുടെ സെഷൻസിന്റെ ഒരു ഇതിനെ കുറിച്ച്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ബിജു പറഞ്ഞത് മനസ്സിലായില്ല. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു മുകുന്ദനോട് ചോദിക്കാൻ. പറയൂ ചോദിക്കൂ പ്ലീസ് ചോദിക്കൂ. മുകുന്ദൻ, ഹലോ. അതായത് ഞാൻ ചില ഇൻവെസ്റ്റ്മെന്റ് ഗ്യാരണ്ടീഡ് അഡീഷണൽ സ്കീമിൽ ചെയ്തിട്ട് 1-2 പോളിസി പ്രീമിയംസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈസ് ഇറ്റ് വൈസ് ടു കണ്ടിന്യൂ ഓർ ഈസ് ഇറ്റ് വൈസ് ടു ഡിസ്കണ്ടിന്യൂ? അല്ല, അത് കേസ് ടു കേസ് നോക്കണം. കാരണം എന്താ പറയുക, ചിലതില് നമ്മൾ എക്സിറ്റ് ചെയ്താൽ അവർ ഭയങ്കര പെനാൽറ്റി അടിച്ചു. ഓക്കെ, മിനിമം 3 year 5 year അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ ആയാൽ തന്നെ ചിലരെടുത്ത് എന്താ പറയാ, അവരുടെ 5% ഇതൊക്കെ തരില്ല എന്ന് പറയും. സോ നീ എനിക്ക് അയച്ചെന്നാ ഡീറ്റെയിൽ അയച്ചെന്നാ മതി. പോളിസിയുടെ പേരും സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും പോളിസി സം അഷ്യൂർഡ് പ്രീമിയം എൻഡ് ഡേറ്റ് അത്ര അയച്ചത് ഞാൻ പറഞ്ഞുതരാം. ഒരു സിമിലർ ക്വസ്റ്റ്യൻ, ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പം അധികം ബെനിഫിഷ്യൽ അല്ല എന്ന് കാണുമ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പാക്ട്, എന്താ നോക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് ബെനിഫിഷ്യൽ അല്ല എന്ന് ഡിസൈഡ് ചെയ്തത്? ഈ XIR ഫോർമുല വെച്ച് തന്നെ ഡിസൈഡ് ചെയ്തു. എത്ര കാലം ടൈം കൊടുത്തു? ഒരു 8-10 കൊല്ലം ടൈം കൊടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് എ ഫെയർ ടൈം. സോ ഇപ്പൊ രണ്ട് ഓക്കെ, ഐ വിൽ ടെൽ യു വെരി സിമ്പിൾ തിങ്. ആദ്യം ഈ ഞാൻ വാല്യൂ റിസർച്ച് കൊണ്ട് ഒരു സൈറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് അല്ലെങ്കിൽ എനിക്ക് ഡാറ്റ അയച്ചെന്നാലും മതി. ഐ ആം ഡൂയിങ് ദ മാത്ത്. വാല്യൂ റിസർച്ചിൽ പോയിട്ട് അവരുടെ ഫണ്ട്സിൽ പോയിട്ട് ഫണ്ട്സിലല്ല, മൈ ഇൻവെസ്റ്റ്മെന്റിൽ പോവാം. മൈ ഇൻവെസ്റ്റ്മെന്റിൽ പോയാൽ അവരൊരു പോർട്ട്ഫോളിയോ പ്ലസ് മൈ പോർട്ട്ഫോളിയോ ഒരു പ്ലസ് സൈൻ ഉണ്ട്. അവിടെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. വെറുതെ ഒരു പേര് കൊടുക്കുക, ഡമ്മി എന്നൊരു പേര് കൊടുത്തിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് ആഡ് ഇൻവെസ്റ്റ്മെന്റ് പറയും. ആഡ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് ഈ ചെയ്തത് മുഴുവൻ SIP ആണെങ്കിൽ SIPയുടെ എന്താണ് ഏതാണ് ഫണ്ട്, സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ് അത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ഫിൽ ആവും. അത് എന്നിട്ട് എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതില് നമ്മളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടാക്സ് റിപ്പോർട്ട് ഉണ്ട്. അവിടെ പോയിട്ട് അതിൽ ഷോ യു ഇപ്പൊ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇത് ആക്ച്വലി ഒരു അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മതി. അവിടെ ഇറ്റ് ഷോ യു ഇപ്പൊ ഈ ഫണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇത്രയും ഞാൻ വിറ്റിട്ടില്ല, ഇപ്പൊ ഇത്രക്കാണ് ഞാൻ വാങ്ങിച്ചത്, ഇത്രയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. ഇന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ടിന് ടാക്സ് കൊടുക്കുന്നില്ല. ആ ഡീറ്റെയിൽ ഇവിടെ വരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവിടെ തന്നെ പോയിട്ട് ഇന്ന് വിറ്റതായിട്ട് ഇതില് ഒരു റിഡംഷൻ കൊടുക്കുക. ഇതിൽ തന്നെ കൊടുത്താൽ മതി. ഇത് വെറും ഡമ്മി അല്ല, ഇവിടെ റിഡംഷൻ കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്ച്വലി ഷോ യു വാട്ട് ഇസ് ദ ടാക്സ് ഓൾസോ, ആക്ച്വൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് തരും എത്രയാണ് ടാക്സ്. ഇപ്പൊ നമ്മൾ അത് നോക്കണം. ഞാൻ അത് നോക്കാൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ കണ്ണൂടെ ചെയ്ത ഇഫ് യു ലൂസ് അനദർ 2-3-4% ഓൺ ദാറ്റ്, യു ഹാവ് ടു റിയലി തിങ്ക് വെദർ ഇറ്റ്സ് വർത്ത് മൂവിങ് ഔട്ട്. പൊതുവേ ഉണ്ടാവാൻ പാടില്ല. ബിക്കോസ് ഇഫ് ദ പെർഫോമൻസ് ഈസ് നോട്ട് ഗ്രേറ്റ്, ദെൻ ദ ടാക്സബിൾ എമൗണ്ട് മേ ബി ഈവൻ മൈനസ്. ദർ ഈസ് എ പോസിബിലിറ്റി. അപ്പോ എന്തായാലും റിട്ടേൺ കുറവാണ്. ഇപ്പൊ നമ്മൾ എന്തിനാ അതിന് അഡീഷണൽ ടാക്സും കൂടെ കൊടുക്കുന്നു? വിൽ ട്രൈ ടു മിനിമൈസ് ദാറ്റ് ആൻഡ് ഡു. പിന്നെ വലിയ എമൗണ്ട് അല്ലെങ്കിൽ ഇയർലി 1 ലക്ഷം വരെ പ്രോഫിറ്റ് നോൺ ടാക്സബിൾ ആണ്. അതാണ് IT റൂൾ. അപ്പോ നമ്മളിപ്പോ ഇപ്പൊ ഏപ്രിലായി, മാർച്ചിലാണെങ്കിൽ വേണമെങ്കിൽ നമ്മൾ ആ 1 ലക്ഷത്തിന്റെ കൊടുക്കായിരുന്നു. അപ്പൊ നമുക്ക് ആ 1 ലക്ഷം ലാഭം ടാക്സ് കൊടുക്കാതെ പിന്നെ ഈ വർഷത്തേക്ക് 1 ലക്ഷം അങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നതാണ്. So there are some 2-3 small things we can do. But ആദ്യം ഇത് ചെയ്ത് നോക്കുക, എത്ര ടാക്സ് വരുന്നു. അല്ലെങ്കിൽ ഡാറ്റ അയച്ചു ചെയ്താൽ മതി. I will do that. Sure. Thank you. ആ ഡാറ്റ അയക്കണമെങ്കിൽ CAMS യൂസ് ചെയ്തിട്ടുണ്ടോ? CAMS ഓൺലൈൻ യൂസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് അല്ലെങ്കിൽ ഒരു പിങ്, കാരണം അതൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആകും പറഞ്ഞുതരാം.
കാംസ് ഓൺലൈൻ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ മ്യൂച്വൽ ഫണ്ട് ഡാറ്റയും രണ്ട് RTA എന്താണ് രജിസ്ട്രാർ ആണ്. കാംസ് ആണ് ഒന്ന്, മറ്റേത് കാർവി, കെ ഫിൻടെക്കും കാംസും. അപ്പൊ അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് വെറുതെ പോയി ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ലോങ് ടേം ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഒരു 2005 തൊട്ട് എടുത്താൽ മതി. അവിടെ നിന്ന് ഇല്ലെങ്കിലും കുഴപ്പമില്ല. 2005 തൊട്ട് 2023 വരെ ഇട്ടെന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റ്മെന്റും വരും. ഓരോ ട്രാൻസാക്ഷനും യു സീ ഇൻ ദ സ്റ്റേറ്റ്മെന്റ്. ആ ഫയല് യു ക്യാൻ അപ്ലോഡ് ഇറ്റ് ഇൻ ദിസ് വെബ്സൈറ്റ്. അപ്പൊ ഇത് ഒരു 2-3 ക്ലിക്ക് ചെയ്താൽ തന്നെ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് വരും. ഈ വാല്യൂ റിസർച്ചിലേക്ക് അപ്ലോഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇതില് ആഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോ സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ പോയിട്ട് വ്യൂ അതർ മെത്തേഡ്സ്, ഇവിടെ ഈ രണ്ടാമത്തെ അപ്ലോഡ് PDF ഉണ്ട്. അവിടെ കാർവിയുടെയോ കെ ഫിൻടെക്കിന്റെ ഫയൽ നേരിട്ട് അപ്ലോഡ് ചെയ്യും. NSDL CDSL ലൈൻ ബൈ ലൈൻ സ്റ്റേറ്റ്മെന്റ് വരില്ല. അവരുടെ സ്റ്റേറ്റ്മെന്റ് കൺസോളിഡേറ്റഡ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അത് അപ്ലോഡ് ചെയ്തിട്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സമയം പിടിച്ചു. ആരെങ്കിലും വിട്ടുപോയ ആർക്കെങ്കിലും ഉണ്ടോ? ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത് അല്ല, എപ്പോഴും ഉള്ള സെഷൻസ് പോലെ തന്നെ നമുക്ക് ഒരാൾ പോലും പൊഴിഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതാണ് ഇതിന്റെ ഈ ഒരു സെഷന്റെ സ്ട്രെങ്ത്. പിന്നെ സംശയങ്ങൾ ചോദിച്ചും എക്സ്പ്ലെയിൻ ചെയ്തും ഇത് മുന്നോട്ട് പോയി എന്നുള്ളത് ഓക്കെ ശരിയാണ്. എന്നാലും ഐ ഹോപ്പ് എല്ലാവരും ഇൻഫോർമേറ്റീവ് ആയിരുന്ന എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പോ ഈ പറയുന്ന എല്ലാ സെഷൻസിന്റെയും വീഡിയോ അപ്ലോഡ് നമ്മൾ ചെയ്യാം. അതുകൂടാതെ നമ്മൾ എല്ലാവരെയും നമ്മൾ ആ ഒരു പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരെങ്കിലും ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ എന്നെ ഇൻഫോം ചെയ്ത് അതിനു വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അടുത്ത ആഴ്ച ഒരു സെഷൻ ഇല്ല നമുക്ക്. ഒരു വീക്ക് നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. ബേസിക് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഗ്യാപ്പിനുള്ളിൽ നമുക്ക് ഈ പറയുന്ന പോലെ നേരത്തെ ബിജു സജസ്റ്റ് ചെയ്തതുപോലെ എല്ലാ സെഷൻസിന്റെയും അപ്ലോഡ് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ക്വറീസും എല്ലാം ആൻസർ ചെയ്തതിന് ശേഷം വിൽ ഗെറ്റ് പ്രിപ്പയർഡ് ഫോർ ദ ഇന്റർമീഡിയറ്റ് സെഷൻ വീക്ക് ആഫ്റ്റർ നെക്സ്റ്റ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വിട്ടുപോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അവിടെ ക്വരീസ് ആയിട്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുകുന്ദൻ ടൈം കിട്ടുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിനെ ആൻസർ ചെയ്യുന്നതാണ്. മുകുന്ദൻ അല്ലേ? ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. താങ്ക്സ് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് സപ്പോർട്ട്. ഞങ്ങൾ ഈ 92 ബാച്ച് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തതാണ്. അതിന് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടിയതിൽ നല്ലതാണ്. നല്ല ഒരു റെസ്പോൺസ് കിട്ടിയതിൽ വളരെയധികം താങ്ക്ഫുൾ ആണ്. വി വിൽ ജസ്റ്റ് കീപ് ഓൺ ഗോയിങ്. ലെറ്റ്സ് ഡു ഇറ്റ്. താങ്ക്സ്. ഗുഡ് നൈറ്റ്. നമ്പർ കിട്ടിയല്ലോ അല്ലേ? അല്ല, അവരൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ഇവരെ ബിജു, ജ്യോതിഷ്, മൂൺ ഇവരെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓൾറെഡി ഡൺ. സോ ഫാസ്റ്റ്. ഷിജു പോൾ ജോയിൻ ചെയ്തു. കൊള്ളാം. ഷിജു ഫുൾ ടൈം ഉണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടൈം ഉണ്ടായിരുന്നു ഷിജു. ഈസ് എ സൈലന്റ് ലിസണർ ഐ തിങ്ക്. ഞാൻ കഴിഞ്ഞ രണ്ട് സെഷനിൽ ഉണ്ടായിരുന്നു. സോറി, ഞാൻ കണ്ടില്ല. വെരി ഇൻട്രസ്റ്റിംഗ്. ജോർജ് കുട്ടിയായത് കാരണം എല്ലാരും ഉണ്ട്, വന്നാൽ പോവില്ല. അതെ തീർച്ചയായിട്ടും. അതെ ഒരു ചെറിയ സജഷൻ പറഞ്ഞോട്ടെ. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഒരു 10-15 ദിവസം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ആൾക്കാർക്ക് എന്താണ് മനസ്സിൽ ഇപ്പൊ ഈ 3 സെഷൻ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലോട്ട് ഇട്ട് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മുടെ ആരെങ്കിലും ആള് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് ഒന്ന് ചർച്ച ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഒന്ന് ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ നമ്മുടെ ആളൊക്കെ തന്നെയാണ്
പക്ഷേ ആ ഏറ്റവും കുറച്ച് എഫേർട്ട് പുള്ളിക്ക് ഇട്ട് നമുക്ക് മാക്സിമം തരാൻ കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു 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 പോയിന്റ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 1-2 സെഷൻ കൂടെ ചിലപ്പോൾ വേണ്ടി വരും. അബ്സല്യൂട്ട്ലി. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ കൂടെ തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ആളുകൾ ഇതിന് ഒരു ഓഡിയൻസ് വരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് തന്നാലും പലരും എന്താ പറയുക ഡ്രോപ്പ് ഔട്ട് ആവുന്നതാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. സോ എനിക്കിതിൽ ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ട്. ഞാൻ സെഷൻ ഒരാൾക്ക് ചെയ്തിട്ടുണ്ട്, പല സെഷൻ ഒരാൾക്ക് വേണ്ടി മാത്രം. അത് ഒരു BSc സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കൊച്ചിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് പല സെഷൻ. അപ്പൊ എനിക്കതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഐ ആം മോർ ദൻ ഹാപ്പി ടു ഡു എനി നമ്പർ ഓഫ് സെഷൻസ്, വിത്ത് എനിബഡി 1-to-1. ഐ ആം മോർ ദൻ ഹാപ്പി. അതല്ല സുല്ല, ഒരു കാര്യമുള്ളത് ഇതിനകത്ത്, നമുക്ക് ഒരു കാര്യമുള്ളത്, നമുക്ക് ഒന്നുകൂടെ ഇത് ഇപ്പൊ എണ്ണം കുറഞ്ഞാലും ക്വാളിറ്റി ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്. ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഒരു ഫീൽഡാണിത്. ഇപ്പൊ എനിക്കൊരു 2 മിനിറ്റ് തരാമോ? ഒരു ചെറിയൊരു ഇൻസിഡന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ തിരുവനന്തപുരത്ത് നടന്ന ഒരു കേസാണ്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റും കൂടെ ചേർന്നിട്ട് ഈ പൈസ വരുന്ന അങ്ങനെയാണ്. അപ്പോ ഒരു സ്കീമിന്റെ പുറത്ത് കുറച്ച് പൈസ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കിട്ടി. അപ്പൊ ഒരു മിസ്റ്റർ എക്സ് ഈ പറയുന്ന മത്സ്യത്തൊഴിലാളിയെ കണ്ടിട്ട്, നിങ്ങൾക്ക് ഈ പൈസ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപ കിട്ടും, ഇത്ര രൂപ കിട്ടും, ഇത്ര രൂപ കിട്ടും എന്ന് ഒരു ടേബിളൊക്കെ കൊടുത്തിട്ട് അയാളെ കൊണ്ട് ഒപ്പിട്ട് പൈസ ഇട്ടു. അത് കഴിഞ്ഞപ്പോ ഈ ഇൻവെസ്റ്റ് ആളിനെ കാണാനോ ഒന്നുമില്ല. അവസാനം ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീ ഇൻഷുറൻസ് കമ്പനിയുടെ ആഫീസിൽ പോയപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ അഡ്വേഴ്സ് ആയിട്ടുള്ള ഒരു സ്കീമിലാണ് കൊണ്ട് പൈസ ഇട്ടത്. എന്ന് പറഞ്ഞാൽ ആ സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ അഡ്വൈസർക്ക് മാക്സിമം സാധനം ഒറ്റ അടിക്ക് ഇൻ ദ വേ ഓഫ് കമ്മീഷൻ കിട്ടുന്ന രീതിയിലുള്ള സ്കീമാണ് ഇട്ടത്. ഇൻവെസ്റ്റർക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെങ്കിൽ 6, 7, 8 വർഷം കഴിഞ്ഞാലേ കിട്ടുള്ളൂ എന്നുള്ള സ്കീമിലാണ്. അപ്പോ പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഈ ദർശന പാലക്കാട് എന്നുള്ള രീതിയിൽ വിട്ടിട്ട് ഈ ഒരു ഇൻഫർമേഷൻ സാധാരണക്കാർക്കിടയിൽ കൂടെ എത്തിക്കാൻ കഴിയുമെങ്കിൽ അതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. പൈസ എന്ന് കേട്ടാല് ആട് തേക്ക് മാഞ്ചം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ചാടി വീഴാനായിട്ട് മലയാളികൾ റെഡിയാണ്. ആ പറ്റിക്കപ്പെടാതിരിക്കുക, അതിന്റെ ചെറിയ എന്തെങ്കിലും ഇൻപുട്ട് നമുക്ക് ദർശനയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ ലെറ്റ് ബി 9 to batch എങ്കിൽ ഏറ്റവും നന്നായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള സപ്പോർട്ട് നമ്മുടെ ബാച്ചിലെ കുറച്ച് ആൾക്കാരത് ഞാനത് പേഴ്സണലായിട്ട് ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് തരാം. പിന്നെ ദർശനക്കാരുടെ തന്നെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ണി, ഈ ടേം ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സംഗതി അധികം ഈ ഇൻഷുറൻസുകാരൊന്നും സെല്ല് ചെയ്യാറില്ലെന്ന് നമുക്കൊന്നും പറഞ്ഞു. എത്രമാത്രം ആൾക്കാർക്ക് ഈ ടേം ഇൻഷുറൻസ് ഉണ്ട്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എത്രമാത്രം അവരുടെ ഫാമിലിക്ക് സപ്പോർട്ട് ഉണ്ടാവും, അത് നോക്കാവുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ബാച്ചിൽ തന്നെയുള്ള ആൾക്കാരുടെ കാര്യം അറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെ ഞാൻ ഈ ഒരു പബ്ലിക് ഫോറത്തിലൊന്നും ചർച്ച പല കാര്യങ്ങളും പറയുന്നില്ല. നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഉണ്ട് എക്സാമ്പിള്. അല്ല, നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ ഉണ്ണി. അതായത് ഇപ്പൊ ഈ തീർച്ചയായിട്ടും നമ്മുടെ ഈ എല്ലാവരുടെയും കമന്റ്സ് നമ്മളെ ഇപ്പൊ ഈ ഒരു നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അത് കൺസോൾട്ടേറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ഈ പബ്ലിക് ഡൊമൈനിലേക്ക് നമുക്ക് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അവിടെ ഒരു ചർച്ച ചെയ്തിട്ട് നമുക്ക് തീരുമാനിച്ച് അതിനൊരു ഷേപ്പ് കൊടുക്കാം. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി കൺസൈസ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ ഗ്രൂപ്പിൽ നമുക്ക് ആക്റ്റീവായിട്ട് എല്ലാവരുടെയും കമന്റ്സും, അതേപോലെ തന്നെ ഇപ്പൊ ഈ ബേസിക് ആയിട്ടുള്ള ഒരു 3 ബേസിക്കിന്റെ ഭാഗമായിട്ട് 3 സെഷൻസ് നടത്തി, ഈ ഇന്റർമീഡിയറ്റിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടോ അതിന്റെ കമന്റ്സും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബേസിക് എന്ന് പറയുന്ന 3 സെഷൻസിന്റെ ഒരു സംഗ്രഹം, ഒരു സമ്മറി എന്നുള്ള രീതിയിലും, അതുപോലെ കീ ടേക്ക് അവേസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചും
നമുക്ക് ഒരു ചർച്ച ചെയ്ത് ശേഷം അതും കൺസോൾട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു പെട്ടെന്ന് ഒരു എന്താ പറയാ ക്ലിക്ക് ആവുന്ന രീതിയിലേക്ക് നമുക്ക് എങ്ങനെ എല്ലാ ലെവലിലുള്ള ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിയിലേക്ക് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നമുക്കത് മുന്നോട്ട് പോവാം. അതും ഒരു നല്ല കാര്യമാണ്. അതായത് സൊസൈറ്റിയെയും കൂടി ബോധപ്പെടുത്തുക, ബോധവാന്മാരാക്കുക എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഉന്നയിച്ചത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഓക്കെ, അതൊരു ഗിവ് അവേ ആയിട്ട് നമുക്ക് ആലോചിച്ച് അത് നമുക്ക് ഫ്രെയിം ചെയ്യാം എന്നാണ്. മധുവേട്ടനൊന്നും മിണ്ടുന്നില്ല കേട്ടോ, എല്ലാം മിണ്ടാണ്ട് കേട്ടോണ്ടിരിക്കുക. ഇല്ല ഇല്ല, കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എല്ലാം കേൾക്കുന്നുണ്ട്. അല്ല ഒന്നും മിണ്ടുന്നില്ല, അതുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. അല്ല, മധു മിണ്ടിയാലൊരു മിണ്ടലായിരിക്കും, അതാണ്. അതുകൊണ്ടല്ല, മിണ്ടിട്ട് കുറിച്ച് വലിയ ഒരു വിവരവും ഇല്ല, അതുകൊണ്ട് കേട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഞാൻ അവസാനമായിട്ട് ഡോക്ടർ ഉണ്ണി പറഞ്ഞതിന്റെ ഒരു അറിയാത്തൊരു ആളുടെ, ഇതിപ്പോ എന്റെ ഒരു ക്ലയന്റിന്റെ റിയൽ ഡാറ്റ, ഇന്ന് വന്ന ഡാറ്റയാണ്. 2018 ജൂണിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 25 ലക്ഷം കൊടുത്തു, ഇപ്പൊ 34 ലക്ഷം കയ്യിലുണ്ട്. നോക്കുന്ന 5 ലക്ഷം രൂപയാണ് അവരെടുത്തിരിക്കുന്നത് ഫീസായിട്ട് ഇതുവരെ. ടോട്ടൽ റിട്ടേൺ ഉള്ളത് 7%. ബാങ്ക് റിട്ടേൺ ചിലപ്പോൾ കിട്ടുമായിരുന്നു. ഇതിന്റെ സ്റ്റോക്കിലാണ്, കംപ്ലീറ്റ് സ്റ്റോക്കിലാണ്. ഇതല്ലാതെ അവർ 70,000 രൂപയ്ക്ക് വിറ്റിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഈ 70,000ന്റെ 10% ടാക്സ് അഡീഷൻ അടയ്ക്കും. സോ ഇത് പൊതുവെയുള്ള പ്രശ്നമാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലിറ്ററേറ്റ് ഓർ ഇല്ലിറ്ററേറ്റ്. ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം എവ്രിവെയർ, എല്ലായിടത്തും ഉള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്യാം. ഒത്തിരി ലോങ് സെഷൻ ആയിരുന്നു, ബട്ട് ഗുഡ് സെഷൻ. പറയൂ. വിനോദാണ്. ആക്ച്വലി ഇന്നിപ്പോ നമ്മൾ ബേസിക്സിന്റെ 3ാമത്തെ സെഷനാണ്. പക്ഷെ ഇന്ന് പറഞ്ഞ സാധനങ്ങൾ ബേസിക്സ് ഒന്നല്ല, അതിൽ കുറച്ചുകൂടി ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് അതായത് ഒരു ബേസിക് ആയ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് എന്നാണ് എന്റെ ഒരു ഇത്. ആദ്യത്തെ 2 ക്ലാസ് പ്യൂർ ബേസിക്സ് ആയിരുന്നു കാര്യങ്ങൾ. പക്ഷെ ഇന്നത്തെ കുറച്ച് ക്ലാസ് കുറച്ചുകൂടി കുറച്ച് ഹൈ ലെവലാണ് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഞാൻ അല്ല വിനോദേ, അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മള് ഈ ക്വസ്റ്റ്യൻസ് ഈ മുകുന്ദനെ ഡ്രൈവ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ ഇതിനെ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ആ ലെവലിലേക്ക് കൊണ്ടുപോയതാണ്, അതാണ് സത്യം. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് വരുമ്പോഴാണ് മുകുന്ദൻ അത് അങ്ങോട്ട് പോകുന്നത്. ഹൗ ഈഗർ യു ആർ ടു ലേൺ, ഡെഫിനറ്റ്ലി ഹി വിൽ ഡെലിവർ. ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതിനെ പറയൂ. രണ്ടാമത്തെ കാര്യം പോയിന്റ് നല്ലൊരു പോയിന്റ് ആണ്. ബേസിക്കലി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ മണി മാക്സസ് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് എന്നുള്ളത് നമ്മളെല്ലാ സൊസൈറ്റിക്കും നമ്മുടെ ഓരോരുത്തർക്കും മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ ഇത് കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മള് ഈ ചില കാര്യങ്ങൾ നമ്മൾ ഈ 1000 പേരുള്ള സംഘടനയാണ് നമ്മൾ ദർശന. പക്ഷെ പലരും ഇതിന് വരാത്തതെന്ന് വെച്ചാൽ പലർക്കും ഇതിന്റെ ബേസിക്സ് അറിയില്ല. അപ്പൊ ബേസിക്സ് അറിയാതെ വന്നിരുന്നു കഴിഞ്ഞാല് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ആൾക്കാർക്ക്. അതേപോലെ നമ്മൾ ഈ ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഈ സൊസൈറ്റിക്ക് എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഇതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിവിടെ ഒരു സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷെ നമ്മൾ ഇതുപോലത്തെ ഒരു സെഷൻ, പേഴ്സണൽ ഫിനാൻസ് പറഞ്ഞ സെഷൻ ഇവിടുത്തെ പ്രവാസികൾക്ക് വെക്കാൻ നോക്കിയപ്പോൾ ഇവിടുത്തെ ആ ഒരു ഫെസിലേറ്റർ, അതായത് ചാർട്ടർ അക്കൗണ്ട്സിനായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കാൻ ഫസ്റ്റ് ഏത് ലെവലിലെ ആൾക്കാരെയാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഇപ്പൊ മുകുന്ദേട്ടൻ ഇവിടെ വന്ന് അഡ്രസ് ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് എഞ്ചിനീയേഴ്സിന്റെ ലെവലിലുള്ള ആൾക്കാരാണ്. നമ്മൾ കോമൺ എന്ന് പറയുമ്പോൾ എഞ്ചിനീയർമാരെ മുതൽ ഈ പറഞ്ഞ ചെറിയ ലെവലിലുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് പലർക്കും പല റിസ്ക് ഫാക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ പലരുടെ ഇൻകം വേറെ ആയിരിക്കും, അവരുടെ റിസ്ക് ഫാക്ടർ വേറെ ആയിരിക്കും. അപ്പൊ അതൊക്കെ അഡ്രസ് ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. നമുക്കൊരു കോമൺ ആയിട്ട് നിൽക്കുന്നത് എഞ്ചിനീയർമാരെന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാലറി ലെവൽ ഒരേ ഒരു സ്കെയിൽ എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. വന്നാലും ഓവർ ദ ഇയർ സെയിം ആയതുകൊണ്ടാണ് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ഇന്റർമീഡിയറ്റ് സെഷനിൽ കാണാം എന്തായാലും. ഓക്കെ വിനോദ്, നമുക്ക് അത് ഒരു വൈഡർ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ അടുത്തത് ലെവലിലേക്ക് നമുക്ക് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാലും ഞാനിപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതായത് ഈ ഒരു നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം വാല്യുബിൾ ആയിട്ടുള്ള എന്താണ് പറയാ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാനും നമുക്ക് എങ്ങനെ അടുത്ത സെഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതും, അതുകൂടാതെ ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ
അതായത് നമുക്ക് ഇതിന്റെ ഒരു സമ്മറി, ഫസ്റ്റ് 3 സെഷൻസിന്റെ ഒരു സമ്മറി ഉണ്ടാക്കാനും ടേക്ക് അവേ എന്നുള്ള രീതിയിൽ നമ്മൾ പബ്ലിക് ഡൊമൈനിൽ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു 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 ഡോക്യുമെന്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റണം. അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും തോന്നുന്നത് എന്തൊക്കെയാണ് ആ പോയിന്റ്സ് വേണ്ടത് എന്നുള്ളതിന്റെ ഒരു അഭിപ്രായം എല്ലാവരും പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിനെ ഒന്ന് ക്രോഡീകരിച്ചിട്ട് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ വേറൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, അടുത്ത ആഴ്ച പ്രോഗ്രാം ഉണ്ടാവില്ല. ദിസ് 1 week we will utilize it for doing all this summarizing and creating a document for the public domain. അതിനുശേഷം നമുക്ക് ഇന്റർമീഡിയറ്റ് എന്നുള്ളത് തുടങ്ങാം. എല്ലാവരും ഒരിക്കൽ കൂടി 92 ബാച്ചിന്റെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. Okay, thank you. Thank you all. താങ്ക് യു മുകുന്ദൻ.